നാമം ഈ രാത്രികാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇങ്ങനെ ഒരു അനുഗ്രഹീത സമയം ലഭിച്ചത് ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഹെബ്രോൺ പെന്തിക്കോസ്റ്റൽ ചർച്ചിന്റെ ശുശ്രൂഷനായിരിക്കുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ബേബി പുള്ളിക്കൽ, അദ്ദേഹത്തിന്റെ കുടുംബം, ആ മാഞ്ചസ്റ്ററിലുള്ള മറ്റ് സഭകളിൽ നിന്ന്, അതുപോലെ ഒറീസയിൽ ശുശ്രൂഷിക്കുന്ന കർത്താവിന്റെ ദാസന്മാര്, മറ്റ് കുടുംബങ്ങള്, കുഞ്ഞുങ്ങള്, എല്ലാവരെയും ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. UK നിന്നും ഇന്ത്യയിൽ നിന്നും ജർമ്മനിയിൽ നിന്നും ഒക്കെ പലയിടത്തു നിന്ന് നമ്മുടെ സഹോദരങ്ങൾ ഇന്ന് ജോയിൻ ചെയ്തിട്ടുണ്ടല്ലോ. ഞങ്ങളുടെ പ്രിയ സഹോദരങ്ങള് ബെനിസൺ, എസ്തർ ഒക്കെ ജോയിൻ ചെയ്തിട്ടുണ്ട്, ജിറ്റോ, അവരെല്ലാവരെയും ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് പ്രിയ സഹോദരൻ ജിബിയോടൊപ്പം കുടുംബത്തോടൊപ്പം ഈ രാത്രികാലം ഇങ്ങനെ ഒരു സമയം കിട്ടിയത് ഓർത്ത് I want to thank God, thank the church and the Sunday school for taking this opportunity or making this opportunity possible. Kartharasan orpichadupole, one of the great tensions that we have now is how to raise up a godly generation. Malachi says God wants to see a godly generation. Oru angane oru generation e valarthana Devam nammale kurichu aagrahikkunnu. So how can we do it? Sunday school plays a great role in helping that. പക്ഷെ ജിബി വിഷയം പറഞ്ഞപ്പോ ഞങ്ങൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്തപ്പം ഇറ്റ് വാസ് ഓൾവേസ് ബിൻ മൈ ഹാർട്ട് ദാറ്റ് സൺഡേ സ്കൂൾ ഓർ ദ ഫസ്റ്റ്, നമ്മള് ഈ ലോകത്തിലുള്ള അല്ലെങ്കിൽ ലൗകിക മാതാപിതാക്കൾ മാത്രമായാൽ പോരാ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആത്മീയ മാതാപിതാക്കന്മാരുടെ ആയാൽ എത്ര ശ്രേഷ്ഠമായിരുന്നു ഞാൻ എപ്പോഴും ചിന്തിക്കണം. കാരണം എന്നെ കർത്താവിലേക്ക് നടത്തിയത് എന്റെ മാതാവ്. എന്റെ 7ാമത്തെ വയസ്സില് ഞാൻ രക്ഷിക്കപ്പെടുവാൻ കാരണമായി തീർന്ന എന്റെ മാതാവ്. സോ അത് എന്നെ ഒത്തിരി ചലഞ്ച് ചെയ്തിരുന്നു. അപ്പം നമ്മുടെ ഈ ലോകപരമായ ഒരു അമ്മ അല്ലെ അപ്പൻ എന്ന് വിളിക്കുന്ന, അല്ലെങ്കിൽ പപ്പ അല്ലെ മമ്മി എന്ന് വിളിക്കുന്നത് പ്രാധാന്യമുള്ളതുപോലെ തന്നെ സ്പിരിച്വൽ പേരൻസ് ആയിട്ട് നമുക്ക് തീരാൻ പറ്റിയാൽ അതിൽ ഒരു ഭാഗ്യം നമുക്കില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ദാറ്റ്സ് വൈ ക്രിസ്ത്യൻ പാരന്റിങ് ഇന്ന് നമ്മൾ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. വി ഗോയിങ് ടു ലുക്ക് അറ്റ് ദാറ്റ്. ആ വിഷയത്തെ ഓർത്ത് നിങ്ങൾ ഈ അങ്ങനെ ഒരു എഫേർട്ട് നിങ്ങൾ എടുത്തത് ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഓൺ ട്രെയിനിങ് ദ ട്രെയിനർ. ഇന്ന് നമ്മൾ അല്പനേരം ദൈവവചനത്തിൽ നിന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് വളരെ പ്രാർത്ഥനയോടുകൂടെ ദൈവത്തിലായിരിക്കും. I'll be using the slides, so I'll switch between Malayalam and English, but the slides are all in English, so if anybody is following only English, you can always follow the slides. That's why I've put most of the material on the slide itself. So we're going to look at Christian parenting, and that's one of the most difficult places and a most important place to be a Christian, which is our homes. ആ വാതിൽ അടച്ചു കഴിയുമ്പം when all of us are inside, husband, wife and the children, that's when reality hits. Outside നമ്മൾ നല്ല ശുശ്രൂഷകന്മാരായിരിക്കാം, നല്ല സൺഡേ സ്കൂൾ ടീച്ചേഴ്സ് ആയിരിക്കാം, we might be good managers in the workplace, or good nurses or good engineers or good doctors at our workplaces, but നമ്മൾ ആ വാതിൽ നമ്മുടെ മുമ്പിൽ അടഞ്ഞു കഴിയുമ്പോൾ, ഈ വീടിന്റെ വാതിൽ അടഞ്ഞു കഴിഞ്ഞ് നമ്മൾ ആ ഭാര്യയും ഭർത്താവും കുഞ്ഞുങ്ങളും മാത്രമായി കഴിയുമ്പം ഹൗ ഗുഡ് എ ക്രിസ്ത്യൻ ആർ വി എന്നുള്ളത് പ്രൂവ് ചെയ്യുന്ന, ഒന്നും മറച്ചു വെക്കാൻ കഴിയാത്ത, എല്ലാം വളരെ ഓപ്പൺ ആയിട്ട് നമ്മുടെ കൂട്ടുവിശ്വാസികളോടൊക്കെ പലതും മറച്ചു വെച്ചെന്നിരിക്കാം. പക്ഷെ നമ്മുടെ ഭാര്യയോടോ, നമ്മുടെ ഭർത്താവിനോടോ, നമ്മുടെ കുഞ്ഞുങ്ങളോടോ, നമ്മുടെ കപടഭക്തി എല്ലാം അവിടെ പൊളിയുന്ന ഒരു ഏരിയയാണ് ഭവനം. അതുകൊണ്ട് സോ ഇറ്റ്സ് എ വെരി ഡിഫിക്കൽട്ട് പ്ലേസ് ടു ബി എ ക്രിസ്ത്യൻ ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പ്ലേസ് ടു ബി എ ക്രിസ്ത്യൻ. സോ വി ഗോയിങ് ടു ലുക്ക് അറ്റ് വിഷണറി പാരന്റിങ്. ഒരു ക്രിസ്തീയ വിഷൻ അല്ലെ ദർശനം പാരന്റിങ്ങിനോടുള്ള ബന്ധത്തിൽ ഹൗ ക്യാൻ വി ബി എ ട്രൂ പാരന്റ്? കർത്താവിൻ ദൈവവചനം അനുശാസിക്കുന്നത് പോലെ നമ്മൾ എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് നമ്മൾ ചിന്തിക്കുന്നത്. അതിന് മുമ്പ് ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കർത്താവേ, Lord, we want to thank you so much for this beautiful time. Thank you for giving the burden to this church and the pastor and the members of this church to conduct such a meeting, and we want to thank you for this opportunity. Lord, as we go ahead, we give the remaining time into your hands. Holy Spirit, come. Holy Spirit, come Holy Spirit, and take control, and we pray that you will speak to our hearts. ഇന്ന് രാത്രികാലം കർത്താവ് ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറന്ന്, കണ്ണുകളെ തുറന്ന് ദൈവവചനം മനസ്സിലാക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകി തരണം. കർത്താവേ, hide me behind your cross, let your name alone be glorified in Jesus. കർത്താവേ, I pray for everyone who is attending this meeting tonight, let your name be glorified in Jesus' mighty name we pray.
Amen. So, presentation Mumbai, I just wanted to acknowledge a few people who has blessed me with the material. Dr. Rob Reno from the Visionary family, Rob Flood, Dennis Rainey, and Dr. Tim Kimmel. I've learned a lot, and I've also borrowed material from them for this presentation. This is our family, small family. Jessie is my wife. Joshua was singing earlier. He's doing his studies now. We stay in Trivandrum. ഞങ്ങൾ തിരുവനന്തപുരത്ത് താമസിച്ച് ജോലിയോടുകൂടെ കർത്താവിന്റെ വേല ചെയ്യുന്നു. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുമല്ലോ. So if I ask you ഇന്ന് രാത്രി, if I ask you what are our priorities in your life, what is your priority in life? കുറെ കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ നിരത്തി വെച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ obviously you will say, നമ്മൾ വിശ്വാസികളാണെങ്കിൽ നമ്മൾ obviously will say, my relationship with God is the most, it takes the top priority. അത് പ്രാവർത്തികമാണോ ഇല്ലയോ എന്നുള്ളത് we'll think later, but theoretically we'll say relationship with God takes the first priority. Then we'll say, okay, my second priority in life is the relationship with my spouse, my husband or my wife. And spouse-നോടുള്ള relationship takes second priority. മൂന്നാമത് obviously to our children. നാലാമത് to the church that we go to. കാരണം കർത്താവ് പറയുന്നത് നിങ്ങൾ തമ്മിൽ സ്നേഹിക്കുന്ന എന്റെ ശിഷ്യന്മാർ എന്നറിയും. You will know that the people will know that you are my disciples by the way that which you love or the fellowship which you have with each other. So relationship with the church is very important to our fellow believers, fellow brothers, sisters. It's very important. And lastly, we say, theoretically, my priority, the last priority is work, or in the place where I work, or the ministry that I do. ചിലരോട് സംസാരിക്കുന്നതുകൊണ്ട് they place ministry maybe second or first, along with God they put ministry also. പക്ഷേ this is theoretically a good priority list which you can place. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഒരു ക്രൈസിസ് ഉണ്ടായിരിക്കട്ടെ. ഫോർ എക്സാമ്പിൾ, നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വീട്ടിൽ നിന്ന് പെട്ടെന്ന് നമ്മുടെ വൈഫ് വിളിച്ചു, മോന് നല്ല സുഖമില്ല, അല്ലെങ്കിൽ മോൾക്ക് നല്ല സുഖമില്ല, അല്ലെങ്കിൽ വീട്ടില് പിന്നെ വെള്ളം ലീക്ക് ആവുന്നു, എന്ത് ചെയ്യണം? സോ അതേ സമയം നമ്മുടെ ജോലി സ്ഥാനത്തും ഒരു ക്രൈസിസ്. ഈ മെഷീൻ കേട്ട, ഞാനൊരു ഫാമിലി എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അത് പറഞ്ഞു, ഈ മെഷീൻ ഡൗൺ ആ, ഇത് വന്ന് നോക്കണം എന്ന് പറഞ്ഞാൽ എന്റെ പ്രയോറിറ്റി വിൽ ഓൾവേസ് ദ ഫസ്റ്റ് പ്രയോറിറ്റി. രണ്ടിടത്തും ഒരേപോലെ ക്രൈസിസ് വന്നു കഴിഞ്ഞാൽ the priority will always go to the home. വർക്കിൽ വേറെ ആരെങ്കിലും ഡെലിഗേറ്റ് ചെയ്യും, പക്ഷെ വീട്ടിലേക്ക് ശ്രദ്ധ തിരിക്കാൻ ഇടയായി തീരും. പക്ഷെ നമ്മൾ ഇന്ന് എന്റെ ഒരു ചോദ്യം ഇതാണ്, ഇഫ് ദർ ഇസ് നോ ക്രൈസിസ്, ഒരു ക്രൈസിസും ഇല്ല, വീട്ടിലും എല്ലാം യാതൊരു പ്രശ്നമില്ലാതെ പോകുന്നു, നമ്മുടെ ജോലിയിൽ പ്രശ്നമൊന്നുമില്ല, ചർച്ചിലുകൾ എല്ലാം സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ട്, മറ്റെല്ലാ കാര്യങ്ങളിലും ഒരു ക്രൈസിസ് നമ്മുടെ ജീവിതത്തിൽ എല്ലാം സ്മൂത്ത് ആയിട്ട് പോകുന്ന സമയത്ത്, what gets the best of your heart, passion, vision, energy and leadership? Where will you automatically gravitate to? നമ്മുടെ ജോലിയിലോട്ടായിരിക്കും, നമ്മുടെ ഫ്രണ്ട്സിലോട്ടായിരിക്കും, നമ്മുടെ ഹോബീസിലാണോ, നമ്മുടെ മിനിസ്ട്രിയിലാണോ, അതോ നമ്മൾ ദൈവസനിൽ ചെലവഴിക്കുക, നമ്മുടെ കുടുംബത്തോട് ചെലവഴിക്കുക? Where does it automatically gravitate to? Where does ഓട്ടോമാറ്റിക്കലി ആയിട്ട് അത് ഫ്ലോ ചെയ്യുന്നത് എങ്ങോട്ടായിരിക്കും? That's where we need to look at. Most of the times the priority crisis ഒന്നും ഇല്ലാതിരിക്കുമ്പം the priorities get flipped upside down. We tend to work more, we tend to spend more time at our jobs, or go out with friends, or have fun, spend time for the hobbies, travel, അങ്ങനെയുള്ള കാര്യങ്ങളിൽ the first priority goes there. എന്നിട്ട് ബാക്കി കാര്യങ്ങൾ വരത്തുള്ളൂ. സോ അത് നമ്മുടെ മനസ്സിലിരിക്കട്ടെ. നമ്മൾ ഇന്ന് രാത്രികാലം ചിന്തിക്കുന്നുണ്ട്, ലെറ്റ്സ് ഹാവ് ദിസ് അറ്റ് ദ ബാക്ക് ഓഫ് അവർ മൈൻഡ്സ്. നമ്മുടെ ജീവിതത്തില് we will always have ദൈവം നമുക്ക് തന്നിരിക്കുന്ന സ്പിരിച്വൽ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. whatever happens, അത് ചെയ്യേണ്ട ചില കാര്യങ്ങൾ, സ്പിരിച്വൽ റെസ്പോൺസിബിലിറ്റീസ്. അത് കൂടാതെ തന്നെ സ്പിരിച്വൽ ഓപ്പർച്യൂണിറ്റീസ്, ആത്മീയമായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസും ഉണ്ട്. ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, we should never place our spiritual opportunities above spiritual responsibilities. Always spiritual responsibilities should take the first priority. അത് കഴിഞ്ഞിട്ട് spiritual opportunities. ആ spiritual responsibility എന്താണെന്നും ഓപ്പർച്യൂണിറ്റി എന്താണെന്നും നമുക്ക് അടുത്ത സ്ലൈഡ്സിൽ നമുക്ക് ചിന്തിക്കാൻ കഴിയും.
അപ്പൊ ഇപ്പോ ഈ തലമുറകൾ മേ ബി ആണ് കഴിഞ്ഞ ഒരു 20 വർഷം കൊണ്ടുള്ളതായിരിക്കാം പ്രധാനമായിട്ട് 20 or 25 years. One of the main issues that has been happening is delegation parenting. എന്താന്നുള്ളത് ഞാൻ പറയാം. ഡെലിഗേഷൻ പാരന്റിങ്. ഡെലിഗേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ ചെയ്യേണ്ട ഒരു കാര്യം വേറൊരാളെ ചെയ്യാൻ ഞാൻ ഓത്തറൈസ് ചെയ്യുക, അല്ലെങ്കിൽ ആ ആളെ കൊണ്ട് ചെയ്യിക്കുക. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. നമ്മുടെ കുഞ്ഞുങ്ങള് മാത്സ് പഠിക്കണം, മാത്സിന് ഇച്ചിരി വീക്കാന്ന് വിചാരിച്ചോ, മാത്സ് വീക്ക് അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? മാത്സ് പഠിപ്പിക്കാനായിട്ട് നമ്മൾ ഏറ്റവും നല്ല പ്രൈവറ്റ് കോച്ചിങ് എവിടെ, ട്യൂഷൻ എന്താന്ന് നോക്കും. UK കാര്യം ഇവിടുത്തെ നാട്ടിലെ കാര്യം ഞാൻ പറയാം. മ്യൂസിക് പഠിക്കണം, പിയാനോ പഠിക്കണം, അല്ലെങ്കിൽ ഗിറ്റാർ, ഡ്രംസ് പഠിക്കണം. സോ വി ട്രൈ ടു ഫൈൻഡ് ദ ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് where they will teach individual attention കൊടുക്കാൻ പറ്റുന്ന. We try to find that. Games, cricket or tennis or badminton, we try to find the best place where we can send our children to learn the game which they like, or even if they don't like, we want them to be involved in some kind of sport, so we forcefully send them sometimes. And where do they go to learn about Jesus? യേശുവിനെ പറ്റി പഠിക്കാൻ അവരെവിടാ പോകുന്നത്? We send them to Sunday school, we send them to youth groups, VBSs, camps and all that. So we as parents, what do? We get to be the van driver, the driver for our children from one place to the other. Ravle match, pinne youth camp, pinne Sunday school. We are just driving our children from one place to the other. But we need to know that spiritual training of our children can never be delegated. ഒരിക്കലും വേറൊരാളെ ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റുന്ന ദൈവം അനുവദിക്കുന്നില്ല. The spiritual training of our children should not be and cannot be delegated. റോബ്രീനോ തന്റെ ഒരു അനുഭവം പറയുന്നുണ്ട്. ഡെലിഗേഷൻ can get you into a lot of trouble. അപ്പൊ പുള്ളിയുടെ വീട്ടിൽ ഒരു ദിവസം ഒരു ഗരാജ് സെയിൽ ചെയ്തപ്പോ കുറെ ക്ലിയർ ചെയ്യണം, ഒത്തിരി സാധനങ്ങളുണ്ട്, കുറെ ക്ലിയർ ചെയ്യാനായിട്ട് ഇങ്ങനെ നിന്ന്. So there were some things, he said, okay, all these things, the front of the garage is $1 and everything which is behind, it's $5, all the big things. So he was getting busy. Lunchtime after, he had to go somewhere. Tante 11 vayasu 7 vayasulla rendu penmakalodu paranju, makkale, see, this is all of this. Then the front of the garage is $1 and everything at the back is $5. So when he was going out of the driveway, tante 13 vayasulla mointe friend, Jay ennu paranjulla friend, ഒരു ബൈക്കിൽ, ഒരു സൈക്കിളിൽ, മൗണ്ടൻ ബൈക്കാണ്, കണ്ടിട്ട് വളരെ പുതിയ ബൈക്കും കൊണ്ട് ഓടിച്ചോണ്ട് അവിടെ വന്നിട്ട് പറഞ്ഞു, മോനെ ഇവിടെ വെക്കണ്ട, ഇവിടെ ഗരാസിൽ നടക്കാം, അങ്ങോട്ട് മാറ്റി എങ്ങാനും വെക്കാൻ പറ്റും. സോ ഈ പുട്ട് ബൈക്കിൽ ബിഡവേ. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പുള്ളി ജോലി ചെയ്തോണ്ടിരിക്കുക. പെട്ടെന്ന് തന്റെ 13 വയസ്സുള്ള മോൻ വിളിച്ചു, what happened? No, what happened? No, my sister sold Jay's bike for $5. Can you just believe that? എന്ത് പറ്റി? ഓടി തിരിച്ചു വന്നപ്പം പറഞ്ഞു, he understood that by accident. The girls did not know. ഈ ബൈക്ക് വളരെ വിലയുള്ള ബൈക്കാണ്, $5 വിറ്റ് കളഞ്ഞു. Delegation can get into a lot of trouble. അത് നോക്കിയപ്പോഴാണ് ജയയുടെയും ബൈക്കല്ല, ജയയുടെ മദറിന്റെ ബൈക്കാണ്. ജയയുടെ മദറിന് വേറൊരാൾ തന്റെ ക്ലോസ് ഫ്രണ്ട് ഡൊണേറ്റ് ചെയ്ത, അല്ലെങ്കിൽ താനും ബൈക്കിംഗ് ചെയ്യണമെന്ന് പറഞ്ഞ മൗണ്ടൻ ബൈക്ക് ട്രക്കിന് കൊണ്ടുവന്ന ബൈക്ക് ഗിഫ്റ്റ് ചെയ്ത. So delegation can get you into a lot of trouble. These are just funny sort of stories. പക്ഷെ ഇപ്പോഴത്തെ സിനാരിയോ എന്ന് പറഞ്ഞാൽ we are delegating the spiritual training of our kids. നമ്മൾ ഫസ്റ്റ് ചിന്തിക്കുന്നത് എന്താ അറിയോ? ഞങ്ങളുടെ പാസ്റ്റർ വേണം ഞങ്ങളുടെ കുഞ്ഞിനെ വളർത്താൻ. പാസ്റ്ററിന്റെ ഉത്തരവാദിത്തമാണ് എന്റെ കുഞ്ഞിനെ ആത്മീയമായിട്ട് വളർത്താൻ. സൺഡേ സ്കൂൾ ടീച്ചറിന്റെ ഉത്തരവാദിത്തമാണ് എന്റെ കുഞ്ഞിനെ my child to grow spiritually. It's the Sunday school teachers, it's the youth groups, it's the ICPF, it's the VBS, or it's the cell groups. It's their responsibility to see that my child is spiritually trained. We are delegating a lot of all this to Christian schools, Sunday schools, and youth groups. It's they are wonderful. All this VBS, Sunday school, youth groups, cell groups for children, they are wonderful support. They are great vitamin boosts, great help for our children. But that's not the main course. നമ്മുടെ മെയിൻ കോഴ്സ് എല്ലാം മാറ്റി വെച്ചിട്ട് വൈറ്റമിൻ ബൂസ്റ്റ് കൊണ്ട് മാത്രം നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്താൻ പറ്റത്തില്ല. The main course, the main spiritual training should happen at home. ഞാൻ വചനത്തിൽ നിന്ന് ഞങ്ങൾ ഷെയർ ചെയ്യാം. നമ്മള് we work in നമ്മുടെ വർക്ക് ഷെഡ്യൂൾസ് are big, we work shifts. 2 ജോലി ചെയ്യുന്നവരുണ്ടാവാം, ഹസ്ബൻഡും വൈഫും ഒരുപോലെ വർക്ക് ചെയ്യുന്നുണ്ട്, ഷിഫ്റ്റ് ചെയ്യുന്നവരുണ്ടാവും. So it's very easy. Or we think that okay, നമ്മൾ
അത്ര ശ്രദ്ധയില്ല അല്ലെങ്കിൽ അത്ര ഇമ്പോർട്ടന്റ് ഇല്ലാത്ത കാര്യമാണെന്ന് വെച്ചിട്ട് എന്ത് ചെയ്യും, വി ഔട്ട്സോഴ്സ്. ഇപ്പൊ നിങ്ങൾ കേരളത്തിലെ പൊളിറ്റിക്സ് ഒക്കെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ many of the jobs are outsourced to the contractors. ഞങ്ങള് ബെർലിനിൽ ജോലി ചെയ്യുമ്പോൾ we used to work for a UK company called Serco. They are a big outsourcing company. National Physics Laboratory തൊട്ട് അവിടുത്തെ എയർപോർട്ട്സിലെ എയർ ട്രാഫിക് കൺട്രോൾ തൊട്ട് ഓസ്ട്രേലിയയിലെ ട്രെയിൻ സർവീസസ് വരെ എല്ലാം റൺ ചെയ്യുന്നത് ഈ സെർക്കോയാണ്. UK-ലെ ട്രാഫിക് മോണിറ്ററിംഗ് സിസ്റ്റം, എക്സ്റേ സ്കാനിങ് സിസ്റ്റം എല്ലാം സെർക്കോയാ റൺ ചെയ്യുന്നത്. So the government says that is not their core competency, so they give it to a company whose core competency is to do that particular job. And so in the same way, we feel that my core competency is is to work as a doctor or a nurse or an engineer or an accountant or whatever. That's my core competency. My core competency is not parenting. So what do? I give it to my pastor. I give it to my Sunday school teacher. I give it to my youth leader. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഈ നമ്മുടെ കുഞ്ഞുങ്ങളുടെ അകത്തെ ആത്മീയ കാമ്പ് വളർത്തിയെടുക്കാൻ ഉള്ള ടാസ്ക്, ദ സ്പിരിച്വൽ ടാസ്ക് ഹാസ് ബീൻ ഗിവൺ ടു us, നോട്ട് ടു എനിബഡി എൽസ്. സൺഡേ സ്കൂൾ ടീച്ചേഴ്സ് വേണമെങ്കിലല്ല, നിങ്ങളോട് അടുത്ത ആഴ്ച ദൈവം ചെയ്യാൻ സംസാരിക്കാം. പക്ഷേ ദ ഫസ്റ്റ് പ്രയോറിറ്റി, ദ സ്പിരിച്വൽ ട്രെയിനിങ്ങിന്റെ ആദ്യത്തെ റെസ്പോൺസിബിലിറ്റി കംസ് ടു ദ പേരൻസ്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഐ എം നോട്ട് വെരി ക്വാളിഫൈഡ് ഇൻ what I am called to do, but it's still our job. Still our job, not anybody else's. പക്ഷെ ദൈവം അതിന് ആവശ്യമുള്ള എല്ലാ ടൂൾസും ദൈവം നമുക്ക് തന്നിട്ടുണ്ട്, നല്ലപോലെ ചെയ്യാൻ ദൈവം ടൂൾസ് തന്നിട്ടുണ്ട്. നമുക്ക് ചെയ്യേണ്ടത് ആ ടൂൾസുമായിട്ട് കർത്താവിന്റെ അടുക്കൽ ചെന്നാൽ God will enable us to do that. ഞാൻ ഒരു എക്സാമ്പിൾ നിങ്ങളോട് പറഞ്ഞു. നെഹമ്യാവിന്റെ പുസ്തകത്തിൽ നമുക്കറിയാം, അവര് 70 വർഷത്തെ പ്രവാസത്തിന് ശേഷം they all came after the 70 years of captivity, they came back to Jerusalem. And Nehemiah's one brother, Hanani, he went to see Nehemiah and said, നോക്കി നമ്മുടെ ജനം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, മതിലുകൾ ഇടിഞ്ഞും വാതിലുകൾ ചുറ്റും കിടക്ക, നിന്നേല, നമ്മൾ തിരിച്ചു വന്നെങ്കിലും വളരെ നിന്നേല. So he fasted and prayed for several months. എന്നിട്ട് പോയി രാജാവിനോട് അനുവാദം ചോദിച്ചു, can I go home? അപ്പൊ എന്തിനാ കാര്യങ്ങളൊക്കെ പറഞ്ഞു, ലീവ് കിട്ടി. he went back. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ അവിടെയുള്ള ആലയം പണിതിട്ടില്ല അതുവരെ. ആലയത്തിനുള്ള പണിയണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും അവർ ആദ്യം ചെയ്തത് മതിൽ പണിയുകയാണ്. എന്താണ് മതിൽ പണിത്? കാരണം അവർക്ക് ചുറ്റും അവരെ ഞെരുക്കിക്കൊണ്ടിരുന്നത് there were a lot of enemies around Jerusalem who had a stranglehold of the Israelites, who enjoyed authority, who enjoyed taunting them. അവരെ കളിയാക്കി നശിപ്പിച്ച് അവരുടെ നന്മയെല്ലാം എടുത്തുകൊണ്ട് പോകുന്ന ഒരു വലിയ കൂട്ടം ജനം, സൻബല്ലത്ത്, തോബിയാവ്, അറേബ്യര്, അങ്ങനെ ഒത്തിരി പേരുണ്ടായിരുന്നു. സോ when there is a strong wall around Jerusalem, അകത്തുള്ളവർക്ക് വളരെ സേഫ്റ്റിയും വെളിയിൽ നിന്നുള്ള ശത്രുക്കൾ അകത്ത് വരാതെ വണ്ണം അവരെ സൂക്ഷിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ഡിഫൻസുമായിരുന്നു ഈ മതിൽ. സോ ഇറ്റ് വാസ് വെരി ഇമ്പോർട്ടന്റ് ഫോർ ദാറ്റ് വാൾ ടു ബി ബിൽറ്റ്. ആ മതില് ഉറപ്പാക്കുക എന്നുള്ളതായിരുന്നു ആദ്യത്തെ ജോലി. ആ പ്രവാസത്തിൽ നിന്ന് കടന്നു വന്ന ആ വ്യക്തികൾക്ക് ഈ മതിൽ പണിയുക എന്നുള്ളത് മേ ബി വി ഷുഡ് ബിൽഡ് എന്നല്ലായിരുന്നു, ബട്ട് വി മസ്റ്റ് ബിൽഡ് ദ വാൾ, റീബിൽഡ് ദ വാൾ എന്നുള്ള ഒരു ഉത്തരവാദിത്വം. അപ്പം മതിൽ പണിയണം തീരുമാനിച്ചു. സോ ഹൗ ഡു യു ബിൽഡ് ദ വാൾ? എങ്ങനെയാ മതിൽ പണിയുന്നത്? നമുക്കൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും, നമ്മളൊരു ആർക്കിടെക്റ്റിനെ വിളിച്ച് നല്ല ഡ്രോയിങ് ഒക്കെ വരച്ചിട്ട് അതിന്റെ പ്ലാൻ, ബ്ലൂ പ്രിന്റ് ഒക്കെ വരച്ച് പ്ലാനൊക്കെ അപ്രൂവ് ചെയ്തിട്ട് ഏറ്റവും അടുത്തുള്ള കുറെ കോൺട്രാക്ടേഴ്സിനെ വിളിച്ച് 3-4 കോൺട്രാക്ടേഴ്സിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ പണിയണം. പണിത് കഴിയുമ്പോൾ അതിന്റെ ഏറ്റവും ലോവസ്റ്റ് ബിഡറിന് എന്ത് ചെയ്യും, നമ്മൾ കോൺട്രാക്ട് കൊടുക്കും. പക്ഷെ അന്ന് there were no contractors. ഒറ്റ കോൺട്രാക്ടർ ഇല്ല അവിടെ, വരയ്ക്കാൻ ആളുമില്ല. നെഹമ്യാ ഉണ്ട്, അവിടുത്തെ ജനമുണ്ട്. സോ എങ്ങനെയായിരുന്നു അവർ ചെയ്യാൻ പോയത്? ഒറ്റ വഴിയേ ഉണ്ടായിരുന്നു. അവരുടെ ഷർട്ടിന്റെ ഈ സ്ലീവ്സ് ഒക്കെ ഒന്ന് മടക്കി വെച്ച് കൈയെല്ലാം ചെളിയാക്കാൻ തയ്യാറായേ പറ്റത്തുള്ളായിരുന്നു. They had to labor. They had to put down the sweat and labor of all the people that were there. They didn't have a clue. അവരാരും മതിൽ പണിത് 70 വർഷം പ്രവാസത്തിൽ കിടന്നവരാ. അപ്പൊ അവിടെ പ്രവാസത്തിൽ ജനിച്ചവരാ. They didn't have any training of how to build a wall. They were not carpenters. They were not masons. അവരാരും അല്ലായിരുന്നു. പക്ഷേ നെഹമ്യാൻ ഒരു കാര്യം അറിയായിരുന്നു, എന്റെ കൂടെ ദൈവം മാത്രമേ ഉള്ളൂ. Even if God is all that I have got in my life, everything is against me, but God is all you need. ആ ഒരു ഉറപ്പ്, he had that.
If God is all that I have in this time of crisis, God is all that I need. Other than he taught the people. So he told each family to work on the section of wall closest to their house. അവരുടെ വീടിന് മുമ്പിലുള്ള, വീടിന് അടുത്തുള്ള ആ മതില് പണിയാൻ എന്ത് ചെയ്തു? അതാത് കുടുംബങ്ങളെ ഏൽപ്പിക്കാൻ ഇടയായിരുന്നു. അവരാരും മേസൺസ് അല്ലായിരുന്നു, അവരാരും എഞ്ചിനീയേഴ്സ് ഒന്നും അല്ലായിരുന്നു. പക്ഷെ അവരെല്ലാവരും അവർ പണിയാൻ തുടങ്ങി. അവരെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം എത്രയും പെട്ടെന്ന് തീർക്കണം എന്നുള്ള ധൃതിയുമാണ്. They were so anxious to finish it and do a proper job. Because കാരണം എന്താണെന്നറിയാമോ? അവരുടെ മുമ്പിലുള്ള മതിൽ സെക്യൂർ ആയാൽ ആ പട്ടണം മുഴുവൻ ഉറപ്പാകുക മാത്രമല്ല, they are also becoming secure. അവരുടെ കുടുംബം, അവരുടെ വ്യക്തിപരമായ കുടുംബം സെക്യൂർ ആകുക. വെളിയിൽ നിന്ന് ഒരാൾ അറ്റാക്ക് ചെയ്യുവാൻ വന്നാൽ they are safe. So it was the responsibility of each of their families to build the wall which was closest to them. അവിടെ ഏറ്റവും വീക്കായിട്ടുള്ള അല്ലെങ്കിൽ മതിലിന്റെ അടുത്ത് ഒരു അറ്റാക്ക് വന്നാൽ they knew the family which is closest to the wall will offer stiff resistance. ശത്രു അകത്ത് പ്രവേശിക്കാതിരിക്കാനുള്ള എല്ലാ അധ്വാനവും അവർ ചെയ്യുന്നവർക്ക് അവർക്ക് ഉറപ്പുണ്ടായിരുന്നു. So that's how they built the wall. ഭയങ്കര എക്സാമ്പിൾസ് അതിനകത്തുണ്ട്. 3-ാം അധ്യായത്തിലാണ്, നെഹമ്യാവിന്റെ പുസ്തകത്തിൽ 3-ാം അധ്യായത്തില് ആരൊക്കെ പണിതെന്നുള്ളത് 1-2 എക്സാമ്പിൾസ് മാത്രം ഞങ്ങളെ കാണിക്കാം. ഒന്ന്, ഉസിയേൽ. He was a goldsmith. ഈ ഒന്ന് ഓർത്തേക്ക്, അത് എത്ര ഫൈനായിട്ടുള്ള പണി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ്. ചെറിയ ടൂൾസ് വെച്ച് ചെറിയ അടിച്ച് ചെറിയ പണിത് തിളപ്പിച്ച് ഇങ്ങനെ ചൂടാക്കി അങ്ങനെയൊക്കെ ചെയ്ത് വളരെ ഫൈനായിട്ട് ചെയ്യുന്നവര്. ഈ വ്യക്തി ഇത്ര ഫൈനായിട്ട് പണിയുന്ന വ്യക്തി. അടുത്ത ആൾ നോക്കിയ ഹനന്യ, പെർഫ്യൂം മേക്കർ. സുഗന്ധദ്രവ്യങ്ങളൊക്കെ ഇട്ട് പൊടിച്ച് എണ്ണക്കകത്തൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് അതിങ്ങനെ പെർഫ്യൂം ഉണ്ടാക്കി വിൽക്കുന്ന ഒരാളായിരുന്നു ഹനന്യ. ഇവരാ മതിൽ പണിയുന്നത്. They have never taken, നമ്മുടെ ഇവിടുത്തെ പോലുള്ള ചെറിയ ഇഷ്ടികളൊന്നുമല്ല. They're not using small bricks. They had to carry huge boulders and build this wall. അവരാൽ ആവുന്ന പോലെ അധ്വാനിച്ച്, they never knew how to do it. But they looked at each other. They looked at their head. They looked at somebody else who was doing it. They figured it out. ദൈവം അവരുടെ കൂടെ ഇരുന്ന് they did it. അടുത്ത കേൾക്കണം, 3-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ ശല്ലൂമിന് ആൺമക്കളൊന്നും ഇല്ലായിരുന്നു, പെൺമക്കളാ. So he built the part of his wall with the help of his daughters. തന്റെ മക്കളോട് പറഞ്ഞു, മക്കളെ ആരുമില്ല നമ്മളെ സഹായിക്കാൻ, we have to build it. നമ്മൾ ചെയ്യാൻ പോവാം, നമ്മളാവുന്നല്ലേ. അവര് കമ്പി നിലവാങ്ങും ഒക്കെ എടുത്തോണ്ട് വന്നും പൊക്കിയും വലിച്ചും മുന്തിയും തള്ളിയും ഒക്കെ ആ കല്ല് അതിനെ മേളി വെച്ച് അത് പണിതു. ആ മതില് പണിതിട്ട് അവർ സെക്യൂർ ആക്കി. So they were not, ഞാൻ പറഞ്ഞു വന്ന ഇത്രേ ഉള്ളൂ, they were not trained to build a wall. They were not trained to repair the doors. അത് അങ്ങനെയുള്ള ട്രെയിനിങ് ഉള്ളവരല്ലായിരുന്നു. പക്ഷേ ദൈവം ഒരു ശുശ്രൂഷ അവരെ ഏൽപ്പിച്ചപ്പം ദൈവം അതിനുള്ള കഴിവ് അവരെ കൊടുത്തു എന്ന് ഞാൻ പറഞ്ഞു. ഈ പണിയുന്ന സമയത്ത് they face stiff opposition from enemies. നമുക്കറിയാം, സൻബലത്തും തോബിയാവും ഒക്കെ അവരാൽ ആവുന്ന എന്തെല്ലാം പണി ചെയ്തു. നെഹമ്യാ എന്ത് ചെയ്തെന്ന് അറിയാമോ? 4-ാം അധ്യായം 16 തൊട്ട് 18 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നത്, he ordered half of the people to work and half of the people to stand guard. And then he also asked the people who are working to work with one hand and to carry a spear or a sword also while they were working. They had to do both. രണ്ടും ചേർത്ത് ആ പണിയുടെ സമയത്ത് വളരെ കഠിനാധ്വാനം ചെയ്തു. They were so eager to finish that wall. അങ്ങനെ ദൈവത്തിന്റെ കൃപയാല് പണിതുകൊണ്ടിരിക്കുമ്പോ അവരെ ഉത്സാഹിപ്പിച്ച നെഹമ്യാ എന്താ പറഞ്ഞെന്നറിയാം? ശത്രു ഒക്കെ അവർക്ക് ആകെ എതിരായി വന്നപ്പോ നെഹമ്യാ പറഞ്ഞു, don't be afraid of them. ശത്രുക്കളെ നോക്കി നിങ്ങൾ ഭയപ്പെടരുത്. Remember the Lord who is great and awesome, and fight for your families, your sons and your daughters, your wives and your homes. അങ്ങനെ ആ ദൈവത്തിൽ നിന്ന് കേട്ട ആ ശബ്ദം വെച്ച് ആ പണിത വ്യക്തികൾ അവര് ഒരു സോളിഡ് വാൾ പണിയെ മാത്രമല്ല, ഒരു പ്രൊഫഷണൽ കൺസ്ട്രക്ഷൻ ക്രൂ പണിതതിനെക്കാട്ടിലും ബെറ്റർ ആയിട്ടും ഫാസ്റ്റർ ആയിട്ട്. നമ്മള് 6:15-16 വായിക്കുന്ന ഇങ്ങനെ 52 ദിവസം കൊണ്ട് പണി തീർത്തു. അത് കണ്ടുവന്ന ശത്രുക്കൾ ഭയന്നുപോയി. കാരണം ഇത് അവരുടെ ദൈവം അവരോട് കൂടെ നിന്നിട്ടല്ലാതെ they knew that without God they could not have done this. They were so afraid. They lost all their self-confidence. Finally the great God of Israel was back in town. Hallelujah. നശിച്ചു കിടന്ന യാതൊരു പ്രത്യാശയുമില്ലാതെ ശത്രുക്കൾ കീഴടക്കി വെച്ചിരുന്ന യെരുശലേം പട്ടണം വീണ്ടും ദൈവത്തിന്റെ സാന്നിധ്യമായി, ദൈവത്തിന്റെ
ആലയം പണിയത്തക്കോണം ഒരു സേഫ് ആയിട്ടുള്ള ഹേവനായിട്ട് മാറാനിടയായി. I want to show a parallel here. Yes, surrounded by a culture. എഫെസ്യർ പറയുന്നത് പോലെ വഷളത്വവും വക്രതയും നിറഞ്ഞൊരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ ജീവിച്ച് our children are living in a much worse or really bad scenario than from the time that we lived. നമ്മൾ ജീവിച്ചതിനേക്കാളും വളരെ വഷളത്വം നിറഞ്ഞൊരു ലോകത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ജീവിക്കും. നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റത്തില്ല. കാരണം നമ്മൾ പലരും ആ ലോകത്തിലോട്ട് ഇറങ്ങിപ്പോകാൻ മെനക്കെടാറില്ല. അതുകൊണ്ടാണ് they are bombarded with pluralism and secularism, atheism. അങ്ങനെ ഈ ലോകത്തിന്റെ ദൈവം ഇല്ലെന്നും ദൈവത്തിനെ ആവശ്യമില്ലെങ്കിലും ദൈവം ഇല്ലെങ്കിലും നമുക്ക് കാര്യങ്ങൾ നടക്കുമെന്നും ഇതൊക്കെ വെറും മിത്താണെന്നും ക്രിസ്തീയ സഭകൾ പോലും പഠിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു മൂല്യച്യുതി വന്ന, ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന, ദൈവത്തിന് എതിരായി നിൽക്കുന്ന, ദൈവത്തിന്റെ വചനത്തിനകത്ത് പറഞ്ഞു നിൽക്കുന്ന ക്രിസ്ത്യൻ വാല്യൂസിന് അഗൻസ്റ്റ് ആയിട്ട് സ്ട്രോങ് ഓപ്പോസിഷൻ ഉള്ള ഒരിടത്ത് ആരെ വേണേലും വിവാഹം ചെയ്യാം, ആണിന് ആണിനെ വിവാഹം ചെയ്യാം, പെണ്ണിന് പെണ്ണിനെ വിവാഹം ചെയ്യാം, കുഞ്ഞുങ്ങളെ അഡോപ്റ്റ് ചെയ്ത് ഫാമിലി ആകാം, വിവാഹം ചെയ്തില്ലെങ്കിൽ ഒരുമിച്ച് താമസിക്കാം. ഇങ്ങനെ പെർമിസിബിൾ ആയിട്ടുള്ള ഏറ്റവും വഷളത്വം നിറഞ്ഞൊരു ലോകത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ വളർന്നു. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഹൃദയങ്ങളെ പ്രൊട്ടക്ട് ചെയ്യണമെങ്കിൽ വളരെ a very strong wall of protection is needed to keep our children's hearts safe. And you know what? You as parents, me as parents are the best candidates to not only build this wall but to keep it maintained. ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത് നമ്മളെ, പേരൻസ് ആയ നമ്മളെ ഫസ്റ്റ് റെസ്പോൺസിബിലിറ്റി, ഫസ്റ്റ് ലൈൻ. ചില വാക്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നു. ആവർത്തന പുസ്തകം 6 Deuteronomy chapter 6 in verses 5 to 7. We read this verse: love the Lord your God with all your heart and with all your soul and with all your strength. Jesus, when he was asked which is the greatest commandment of all, he referred to Deuteronomy chapter 6 and verse 5 in Matthew 22. He says this is the most important commandment in the Bible. And if you look at it, this is the purpose of our lives, to love the Lord with God, love the Lord our God with all our hearts. And this is why God made us, that we can have a love relationship with God. But we have a problem because we are not able to, as broken, as sinful human beings, we are not able to have a love relationship with our Creator, with our God, because of our sin. And that is what made Jesus to go to the cross. നമുക്ക് വേണ്ടി പാപമറിയാത്ത, പാപം ചെയ്യാത്ത, പാപമില്ലാത്ത കർത്താവിനെ നമുക്ക് വേണ്ടി പാപമാക്കി. He bore our sins on the cross and he died on the cross for our sins, taking all the punishment. The chastisement of our peace was laid upon him and he was crucified for us. നമ്മുടെ മുഴുവൻ പാപത്തിന്റെ ശിക്ഷ he bore it on us, and that's the beauty of the gospel. That's the gospel. And due to that, because of his crucifixion, because of his resurrection, we are able to have a love relationship with our God. So again, love the Lord your God with all your heart and with all your soul and with all your strength. These commandments that I give you today are to be on your hearts. നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഇത് വെക്കണം. In these two verses you can see the two basic foundations of Christian life: love for God and love for his word. And then what God does? God takes these two foundations, mixes, he combines them together, and then he gives the greatest commission, a greatest mission as parents for each and every one of us. And what is that mission? Again, let's read that. Love the Lord your God with all your heart and with all your soul and with all your strength. These commandments that I give you today are to be on your hearts. Verse 7, impress them on your children. Impress them. What is the meaning of impress? Mudra. അവരെ സ്വാധീനിക്കണം. We have met parents where they said, we have never told about Jesus to our children. We have exposed them to everything. We have exposed them to all the different religions. We have exposed them to different philosophies, and we ask them to choose which they want. That is not what God has told us to do. He says you have to impress. You have to first love the Lord your God with all your heart, and now have the commandments in your heart, and then you have to impress. ഒരു മുദ്ര പതിപ്പിക്കുന്നത് പോലെ കുഞ്ഞുങ്ങളുടെ impress them on your children. NKJV പറയുന്നത് teach them diligently, വിശ്വസ്തയോടെ, വീഴ്ച വരുത്താതെ, വളരെ ശക്തിയോടെ, ഡിലിജന്റ് ആയിട്ട്, ഒരു വീഴ്ച വരുത്താതെ എന്ത് ചെയ്യണം? ഈ കുഞ്ഞുങ്ങളെ ഇത് പറഞ്ഞ് പഠിപ്പിച്ചേ മതിയാകത്തുള്ളൂ. അത് സൺഡേ സ്കൂളിനെ അല്ല ഏൽപ്പിച്ചേക്കുന്നത്, എന്നെ നിങ്ങളെ ഏൽപ്പിച്ചേക്കുന്നത്, യൂത്ത് ഗ്രൂപ്പിനെ അല്ല.
primary responsibility of spiritual parenting is on us. മാതാപിതാക്കളെ നമ്മുടെ മേലാണ് വെച്ചേക്കുന്നത്. NLT അത് പറഞ്ഞേക്കുന്നത്, repeat them again and again to your children. പിന്നെയും നമ്മുടെ കുഞ്ഞുങ്ങളെ പറഞ്ഞു കൊടുക്കണം. രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഉള്ള സീരിയൽ എല്ലാം കണ്ടേച്ച് സൺഡേ സ്കൂളിൽ രാവിലെ ഒരു അരമണിക്കൂർ മാത്രം വചനം പറഞ്ഞു കൊടുത്തോണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ ദൈവത്തെ സ്നേഹിക്കാൻ പറ്റത്തില്ല. യു ഡോണ്ട് എക്സ്പെക്ട് ദാറ്റ്. ആഴ്ചയുടെ 6.25 ദിവസവും ഈ ലോകത്തിനോട് എക്സ്പോസ് ചെയ്തിട്ട് ലോകത്തിലെ കാര്യങ്ങളെല്ലാം കണ്ടും കേട്ടും നിന്നിട്ട് 7ാമത്തെ ദിവസം അരമണിക്കൂർ മാത്രം 2 പാട്ടും ആക്ഷൻ സോങ്ങും ഒരു വാക്യവും പഠിപ്പിച്ചത് കൊണ്ട്, ഒരു കഥ പറഞ്ഞത് കൊണ്ട്, ഡോണ്ട് എക്സ്പെക്ട് യുവർ ചൈൽഡ് ടു ബിക്കം സ്പിരിച്വൽ. ദാറ്റ്സ് വാട്ട് ഐ ആം ട്രൈയിങ് ടു സേ. ഇംപ്രസ് മീൻസ് മുദ്ര കുത്തുക, അടയാളം വയ്ക്കുക, പതിപ്പിക്കുക, മനസ്സിനെ സ്വാധീനിക്കുക. That's what God has told us. That is our responsibility. മറ്റൊരു വാക്കി പറഞ്ഞ, our mission to love God begins with the mission of helping these little ones to love God. നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്ന ഈ കൊച്ചു കുഞ്ഞുങ്ങളെ ദൈവത്തെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്നതിൽ നിന്നാണ് നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്ന ആ വലിയ ഉദ്യമം അല്ലെങ്കിൽ നിയോഗം നമ്മുടെ ജീവിതത്തിൽ ചെയ്തു തുടങ്ങുന്നത്. That's where it starts. നമ്മൾ ദൈവത്തിന് നോക്കി കഴിഞ്ഞാൽ God's primary plan of evangelism or telling others about Jesus Christ and discipleship or making them grow in their faith is from parent to child. ഒരു മാതാപിതാവിൽ നിന്ന് തന്റെ കുഞ്ഞിലോട്ട് നടക്കുന്ന ആ പ്രോസസ് ആദ്യം നടക്കേണ്ടത്, ഇവാഞ്ചലിസം നടക്കേണ്ടത് നമ്മുടെ വീട്ടിലാണ്. ആ ചിൽഡ്രൻ ഷുഡ് ബി ആ ഫസ്റ്റ് കണ്ടു. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മൾ ജഡപ്രകാരമുള്ള മാതാപിതാക്കൾ മാത്രമാകാതെ ആത്മീക മാതാപിതാക്കളോട് നമ്മൾ തന്നെയാകണം. Let us have that privilege. Let us take that privilege. Lord, help me to lead my child to Christ. യേശുവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ വീട്ടിലാകട്ടെ. Watchman Nee എന്ന് പറഞ്ഞ ദേവദാസൻ, he was a man who was powerfully used by the Lord. He said, it's so important for people outside the church to know about Jesus and come to the Lord, but it is even more important that our children know the Lord. വെളിയിലുള്ളവർ കർത്താവിനെ അറിയേണ്ടത് വളരെ പ്രാധാന്യമുള്ളതാ. പക്ഷേ അതിലും പ്രാധാന്യമുള്ളത് നമ്മുടെ സ്വന്തം കുഞ്ഞുങ്ങൾ, നമ്മുടെ ഭവനത്തിൽ ജനിച്ച ദൈവം നമുക്ക് ദാനമായി നൽകി തരുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ കർത്താവിനെ അറിയണം. That is the primary responsibility. അപ്പൊ the biblical purpose of parenting, അവർക്ക് നല്ല കോംപ്ലാനും ബൂസ്റ്റും ഹോർലിക്സും ഒക്കെ കൊടുത്ത് നല്ല തടിമാടന്മാരായി തീർക്കുന്നത് മാത്രമല്ല, എഡ്യൂക്കേഷൻ കൊടുക്കുന്നതല്ല, അതൊക്കെ വേണം. അതെല്ലാം സെക്കൻഡറി ആയിട്ട് ഇരിക്കുമ്പോൾ തന്നെ the primary biblical purpose of parenting is to impress the hearts of our children with the love for God. നമ്മുടെ കുഞ്ഞുങ്ങൾ ദൈവത്തെ സ്നേഹിച്ച്, ദൈവത്തെ പിൻപറ്റി, ദൈവത്തെ അറിഞ്ഞ്, ദൈവത്തെ മാനിക്കുന്ന കുഞ്ഞുങ്ങളായി വളർന്നു വരണം. That's a primary responsibility of parenting. So that's why God gives us kids, that we might, നമ്മുടെ ദൈവം തന്നിരിക്കുന്ന സകല അറിവും കഴിവും പണവും സ്വാധീനവും ഒക്കെ വെച്ച് എന്ത് ചെയ്യണം എന്നറിയാമോ? Our children should know the love for God. That's a primary response. That's why God gives us children. So if we look at these 2 verses, ഈ 2 വാക്യം നമ്മൾ നോക്കി കഴിഞ്ഞാൽ you see the centrality of the heart. I'll read those verses again. Love the Lord your God with all your heart. You see the heart there. And then and with all your soul and with all your strength. And the verse 6 says, these commandments that I give you today are to be on your hearts, not in your minds, in your head. ഇവിടെ ഇരിക്കാനല്ല, ഹാർട്ടിൽ വെക്കണമെന്നാണ്. You see the centrality of the heart. So I want you to ask yourselves, and I should ask myself. Now, number 1, if having a love relationship with God is ultimately a heart relationship, ഞാൻ എൻ്റെ യേശുവിനോടുള്ള ബന്ധം, സ്നേഹബന്ധം എന്ന് പറയുന്നത് എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള ബന്ധമാണെങ്കിൽ, where will my heart get shaped? Who will shape my heart? Number 2, if the deep places of a person's heart, character and personality is, where does it form? Where does the deep places of a person's heart, character and personality get? എവിടെ അത് ഫോം ആകുന്നത്? Where does it get formed? സ്കൂളിൽ ഫോം ആകുമോ? സൺഡേ സ്കൂളിൽ ഫോം ആകുമോ? Or ask another question. Why are the way you are? Why do you behave like this? Why do you like certain things? Why do you have certain habits? Where do you get it? What? ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹാർട്ടിനെയും ക്യാരക്ടറിനെയും പേഴ്സണാലിറ്റിയും ഒക്കെ സ്വാധീനിച്ചിട്ടുള്ള ഈ earthly എൻവയൺമെന്റിൽ ഏറ്റവും അധികം സ്വാധീനിച്ചിട്ടുള്ള ഒരു സാഹചര്യം എന്താണ്? No question about it. Your home.
It's your home. Your parents, your father, your mother, your siblings, the family that you grew up in, that is the environment which has shaped you the most. Now, your home shaped your heart and shaped your worldview, how you view the world, how you view your friends, how you view people from other religion, how you view your neighbors, how you relate to your friends. All that has been shaped. All the worldview has been shaped in your home. Your parents have told you how to do it. And you might have a lot of good memories. Like, a lot of good memories. Since Jesus was not our parent, our parent, we also had some bad memories also. Because we had sinful parents. Just like we are sinful, our parents were also sinful. So not everything was also good. Now, because the home is the primary shaper of the heart shaping and heart training cannot be delegated to anybody else. നമുക്ക് ഉത്തരവാദിത്തം അത് ഡെലിഗേറ്റ് ചെയ്യാൻ ദൈവം നമുക്ക് അനുവാദം തന്നിട്ടില്ല. ഒരു ഇമാജിനറി ഒരു സിറ്റുവേഷൻ ഞാൻ പറയാം. ഒരു സ്കൂളിൽ പഠിക്കുന്ന ഹൈസ്കൂളിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയോട് ഒരു പയ്യൻ ചെന്ന് കളിയാക്കി പറയാം, you look so ugly girl, you look at your glasses, you look so weird, you've got blonde hair, നിന്നെ ആരും കല്യാണം കഴിച്ച് nobody will love you, nobody will like you എന്ന് ചെന്ന് പറഞ്ഞിരിക്കട്ടെ. What will happen? ഈ പെങ്കു ചെന്ന് തന്റെ ഫ്രണ്ട്സിനോടൊക്കെ പറയാം, എല്ലാം കൊണ്ടൊന്നും കാര്യം, പിന്നെ വന്ന് ഇവരുടെ അടുത്ത് വഴക്കുണ്ടാക്കിയിരിക്കും. Then it's gone. Imagine the same girl goes to the house and her father says exactly the same words. Hey, you are so ugly. Nobody will ever marry you. You will never have a hope. You will never have a good future. You will never get a good job. You will never have a good family. Or father അല്ലെങ്കിൽ mother ഇതേ സ്റ്റേറ്റ്മെന്റ്, ഈ ചെറുക്കൻ പറഞ്ഞ അതേ സ്റ്റേറ്റ്മെന്റ് വീട്ടിൽ ചെന്ന ഈ മോളോട് പറഞ്ഞിരിക്കട്ടെ. What is the difference? Is there any difference in this girl's life between these two events? ഈ രണ്ട് സംഭവങ്ങൾ തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? Will it create different reactions in her? Why? Because the boy in school does not have, it's just a punk at school, just a guy at school. And he doesn't have any calling from God to shape the heart of this girl. ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചിട്ടില്ല. വഴിയെ പോയി ചെയ്തു പറഞ്ഞു പോയി. But as far as the father and mother is concerned, they've got a calling from God. God has appointed this father or mother to shape the heart of that little girl, to love the Lord, the God, and to create that identity, to create, to understand that who she is in front of God. That was this father's responsibility, but he violated that. That's the difference. He had a calling from God and he violated that call. Now, നമ്മളൊക്കെ വളർന്നു വരുമ്പോൾ നമ്മൾ കോളേജിലൊക്കെ പഠിക്കും, അല്ലെങ്കിൽ സ്കൂളിലൊക്കെ പഠിക്കും, വി ഹാഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ടീച്ചേഴ്സ്. നമ്മളെ പഠിപ്പിച്ചപ്പോൾ മാത്സ് അല്ലെങ്കിൽ സോഷ്യൽ സ്റ്റഡീസ് ഒക്കെ പഠിപ്പിക്കുന്ന മെയിൻ ടീച്ചർ വന്നില്ല. അപ്പൊ എന്ത് ചെയ്തു, വേറൊരു സബ്സ്റ്റിറ്റ്യൂട്ട് ടീച്ചറിനെ വിളിക്കും. ആ ടീച്ചറിന് അറിയത്തില്ല, she doesn't know or he doesn't know what the other teacher was doing. Suddenly she fell sick, so she has been substituted. അപ്പൊ എന്ത് പറയും, വന്നു കഴിഞ്ഞിട്ട് children, take this book and I know you have been studying this and take your books and read, and once the bell rings we'll call each other up. As students in the sthiti on north students, how do the students feel? They feel so happy, alle മറ്റേ അസുഖം വന്ന മെയിൻ സാറിനോട് വിഷമൊക്കെ ഉണ്ടെങ്കിലും ഈ സബ്സ്റ്റിറ്റ്യൂട്ട് ടീച്ചർ വരുന്ന ഒരു വലിയ കാര്യം. കാരണം എന്താ, ഒന്നും നടക്കത്തില്ല അവിടെ, കാര്യമായ ഒരു പഠിപ്പീരും അവിടെ നടക്കത്തില്ല. കുഞ്ഞുങ്ങൾക്ക് വളരെ ആനന്ദം, വളരെ സന്തോഷം, വളരെ ഫ്രീ അല്ലേ. അവർക്ക് ഇഷ്ടമുള്ളവർക്ക് ചെയ്യാം, പടം വരയ്ക്കാം, വർത്താനം പറയാം, കഥകൾ പറയാം, മറ്റ് കഥപുസ്തകങ്ങൾ വായിക്കാം. They can do lot of other things. Substitute ആണ്. The longer this substitute comes to teach that main subject, ഈ പിള്ളേരെ will lose the connectivity to the main subject and to the teacher as well. ഒരു മാസം അല്ലെങ്കിൽ 2 മാസം ടീച്ചർ വരാതിരിക്കുക, സബ്സ്റ്റിറ്റ്യൂട്ട് വന്ന് എല്ലാ ദിവസവും ഇങ്ങനെ വന്ന് ചെയ്യുവാണെങ്കിൽ എന്തോ പറ്റും. The students will lose connection. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, മാതാപിതാക്കളായ നിങ്ങളോട് എന്നോടുള്ള ദൈവത്തിന്റെ ഒരു ദൈവം നമ്മളെ ഏൽപ്പിച്ചു. When it comes to your child's spiritual training, you are the real teacher, not your pastor, not your Sunday school headmaster, teacher, youth secretary or ICPF staff. Nobody. They are not the real teacher of your children. You are the real teacher. And you are the one who belongs there. നിങ്ങൾ ഇപ്പൊ ഞങ്ങളുടെ അമ്മച്ചി പറയുന്നത്, നിങ്ങളെ ആക്കിയിരിക്കുന്ന പോസ്റ്റിൽ നിങ്ങൾ എന്നേ പറ്റത്തുള്ളൂ. Nobody else can replace that. And there's no one who can replace you. There's no Christian school, no Sunday school teacher,
no youth group that can substitute for you. There can be wonderful vitamin boosters and support, but never ever a replacement for you. Now, remember this. If you step out hoping that other substitutes will step in, ഞാൻ ഇല്ലാത്ത സമയത്ത് മറ്റുള്ള സബ്സ്റ്റിറ്റ്യൂട്ട്സ് വന്ന് ഓട്ടോമാറ്റിക്കലായിട്ട് എൻ്റെ പിള്ളേരെ അങ്ങ് പഠിപ്പിച്ച് ഏറ്റവും നല്ല പൊന്നുതങ്കക്കുടങ്ങളാക്കി മാറ്റുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നെങ്കിൽ you are living in a fantasy world. The likelihood is that your child will check out too. ആ കുഞ്ഞും അതുവരെ നിങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരുന്ന കണക്റ്റിൽ നിന്ന് വിട്ടുപോകാൻ ഇടയായിത്തീരും. ഞങ്ങൾക്ക് അറിയാവുന്ന ഒരു ഫാമിലി ഉണ്ട്. ആ മാതാവും പൈതലും തന്നെ ഉള്ളൂ. മാതാവിനോട് ഞങ്ങൾ പല പ്രാവശ്യം പറഞ്ഞു, യാതൊരു കണക്റ്റും ഇല്ല. ആ കുഞ്ഞിന് കളിയും ഗെയിംസും അല്ലെങ്കിൽ മറ്റ് പല കാര്യങ്ങളിലാണ് ഇൻട്രസ്റ്റ്. പഠിത്തത്തിൽ യാതൊരു ഇൻട്രസ്റ്റ് ഇല്ല. അവൻ പറയുന്നത് എനിക്ക് ജസ്റ്റ് പാസ് മാർക്ക് കിട്ടിയാൽ മതി. പല പ്രാവശ്യം പല ആഴ്ചകളായിട്ട് ഞങ്ങൾ പല രീതിയിൽ സംസാരിച്ചു, പലരും സംസാരിച്ചു, ഇല്ല, പഠിക്കാൻ തയ്യാറല്ല. അവസാനം ഞങ്ങൾ മാതാവിനോട് സംസാരിച്ചു. മാതാവ് വർക്കഹോളിക്കാണ്. മാതാവിന് വർക്കാണ് മോർ ഇമ്പോർട്ടൻറ്റ്. ഒന്നീ ജോലി അല്ലെങ്കിൽ തങ്ങൾ താമസിക്കുന്ന ആ സൊസൈറ്റിയിലെ ആ ബിൽഡിങ്ങുകളുടെ മെയിൻ്റനൻസിന്റെ കമ്മിറ്റിക്കകത്തുണ്ട്, അത് ചെയ്യുക. ദാറ്റ് ഇസ് മോർ ഇമ്പോർട്ടൻറ്റ് ഫോർ ഹർ ദാൻ ദ ചൈൽഡ്. ആൻഡ് ഷീ ഓപ്പൺലി സെഡ്, പറഞ്ഞു, അവൻ വേണേ പഠിക്കട്ടെ, എനിക്ക് എന്റെ ജീവിതം ഇല്ലേ, എനിക്ക് എന്റെ കാര്യം നോക്കട്ടെ. 14 വയസ്സുള്ള പയ്യനോട് പറയുകയാണ്. ആ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഒരുമിച്ച് അവരെ നിർത്തി സംസാരിച്ചപ്പം ആ പയ്യൻ പറഞ്ഞു, എനിക്ക് അമ്മയോട് യാതൊരു കടപ്പാടും ഇല്ല, എനിക്ക് യാതൊരു ബന്ധമില്ലെന്ന് പറയേണ്ടിയായി. She was looking at maybe, I don't know, maybe looking at some substitute who will come and train that child. ഞാനൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കാം. When your child leaves your home someday, 15 വയസ്സോ 18 വയസ്സോ 20 വയസ്സോ അല്ലെ 25 കല്യാണം കഴിഞ്ഞോ, ഞാൻ 4 ചോയ്സസ് നിങ്ങളുടെ മുമ്പിൽ കാണിക്കാം. ഒരു ആൻസർ മാത്രം നിങ്ങൾക്ക് പിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഉണ്ടെങ്കിൽ വിച്ച് വിൽ യു ചൂസ്? നമ്പർ 1, ഹൈ സ്കോളർഷിപ്പ്. ആ കുഞ്ഞിന് നല്ല സ്കോളർഷിപ്പ് ഇട്ട് പഠിക്കണം. 2, ഭയങ്കര ഇന്റലിജന്റ് ആയിട്ട് ഈ UK-യിലുള്ള അല്ലെ ഇന്ത്യയിലുള്ള അല്ലെ അമേരിക്കയിലുള്ള ബെസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണം. അല്ലെങ്കിൽ അത് നല്ല സ്പോർട്സ്മാൻ ആയിരിക്കണം, അല്ലെങ്കിൽ നല്ല പാട്ടുകാരനായിരിക്കണം, അല്ലെങ്കിൽ നല്ല ഡാൻസ് കളിക്കുന്ന കുഞ്ഞായിരിക്കണം, അല്ലെങ്കിൽ ഷുഡ് ബി പോപ്പുലർ. എന്തിലാണെങ്കിലും ചെയ്ത് ദാറ്റ് ഷുഡ് ബി പോപ്പുലർ. 4ാമത്തെ ചോയ്സ്, ടു ബി എ പേഴ്സൺ ഓഫ് ഫെയ്ത്ത് ആൻഡ് ക്യാരക്ടർ ആൻഡ് ടു ലവ് ആൻഡ് സെർവ് ദി ലോർഡ്. ഇതിൽ ഒരെണ്ണം മാത്രമേ ചൂസ് ചെയ്യാൻ പറ്റത്തുള്ളെങ്കിൽ വിച്ച് വൺ വിൽ യു പിക്ക്? ഓബ്വിയസ്ലി നിങ്ങൾ 4ാമത്തെ ചൂസ് ചെയ്തെന്ന് എനിക്കറിയാം. അത് സന്തോഷത്തോടാണോ? നമുക്ക് എന്താണെന്നറിയാമോ, നമുക്ക് ഈ 5ാമതൊരു ചോയ്സ് ഉണ്ടെങ്കിൽ അതാ നമുക്ക് ഏറ്റവും ഇഷ്ടം. ഓൾ ഓഫ് ദി എബവ്. ഇതെല്ലാം ഏറ്റവും എക്സെപ്ഷണൽ ആയിട്ടൊരു കുഞ്ഞായിരിക്കണം നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാവരും നമ്മൾ ആഗ്രഹിക്കും. ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയേ, നമ്മുടെ കുഞ്ഞ് നല്ല ഹൈ IQ ഉള്ള ഒരു കുഞ്ഞാന്ന് വിചാരിച്ചു, പക്ഷെ ഒരു ഈവിൾ ചൈൽഡ്. സോ ഈസ് എ ഈവിൾ ജീനിയസ്. ലൈക്ക് ഒസാമ ബിൻ ലാഡൻ നമുക്കറിയാമല്ലോ, ഭയങ്കര ഇന്റലിജന്റ് ആയിട്ട് ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആയിരുന്നു, പക്ഷെ ഹി വാസ് ഈവിൾ. സദാം ഹുസൈൻ, ഹിറ്റ്ലർ, they were very intelligent but they were evil. നമുക്കൊരു ചോയ്സ് ഉണ്ട്. 3 ഈവിളായിട്ട് നല്ല ജീനിയസ് ആയിട്ടുള്ള ഈവിൾ ജീനിയസ് ആയിട്ടുള്ള 3 കുഞ്ഞുങ്ങൾ ഒരു സൈഡ് നിൽക്കുക, മറ്റേ സൈഡിൽ അധികം ബുദ്ധിയൊന്നും ഇല്ലാത്ത പക്ഷെ വളരെ ഇന്നസെന്റ് ആയിട്ട് കർത്താവിനെ സ്നേഹിക്കുകയും പിൻപറ്റുകയും ചെയ്യുന്ന 3 കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ആരെ നിങ്ങൾ തിരഞ്ഞെടുക്കും? ഓബ്വിയസ്ലി ആ ഒരു കർത്താവിനെ സേവിക്കുകയും അവനെ പ്രസാദിപ്പിക്കുകയും അവനെ സന്തോഷിപ്പിക്കുകയും ചെയ്യുന്ന they want to advance his kingdom, who they love the Lord. We would want to have 3 children who love the Lord much more than anything else. So look around. നമ്മുടെ ചുറ്റും നോക്കിയേ. Look at your surrounding in UK or India or US or Germany or wherever you are from. Our world is crumbling, alle. There's no values anymore. There are no absolutes anymore. Everyone has freedom to choose their own standards. Just do it, just like the Nike ad. If you look at it, the world does not need more geniuses or athletes or musical people. The world needs more people who loves Jesus and who will take the light and love of the gospel to the dark corners of the earth. യേശുവിനെ സ്നേഹിച്ച് യേശുവിന്റെ സ്നേഹവും വെളിച്ചവും ഈ ഏറ്റവും ഇരുളടഞ്ഞ സ്ഥലത്തോട്ട് യേശുവിന്റെ സ്നേഹവും കൊണ്ട് പോകുന്ന കുഞ്ഞുങ്ങളെയാണ് നമുക്ക് വേണ്ടത്. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു, ആ വേല അധികമുണ്ട്, കൊയ്ത്തിനായി നിലം വിളഞ്ഞിരിക്കുന്നു, കൊയ്ത്ത് വളരെ ഉണ്ടെങ്കിലും വേലക്കാർ ചുരുക്കുക, കൊയ്ത്തിന് വേണ്ടി വേലക്കാരെ അയക്കാൻ പ്രാർത്ഥിക്കണം. യജമാനോട് പ്രാർത്ഥിക്കണം. ഹൗ മെനി ഓഫ് വിൽ പ്രേ, കർത്താവ് എന്റെ കുഞ്ഞിനെ ആ വേലയ്ക്ക് വേണ്ടി അയക്കണേ. അതുകൊണ്ടാണ് കർത്താവ് നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് തന്നെ അസ്ത്രം എയ്യുന്നത് പോലെ ഒരു യുദ്ധവീരൻ ആ അസ്ത്രം എയ്ത്
ആ ഡാർക്ക് ഏരിയാസിലോട്ട് അസ്ത്രം, കർത്താവിന്റെ സുവിശേഷമാകുന്ന അസ്ത്രം എയ്യുവാൻ കർത്താവ് നമ്മളെ ആഗ്രഹിക്കുക. ഞാൻ സോ ഹൗ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ സ്നേഹിപ്പാൻ എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? 2, how many of you would like to see your children love the Lord? നമ്മൾ മാത്രമല്ല, എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങളും അതുപോലെ കർത്താവിനെ സ്നേഹിക്കണം. Or and മൂന്നാമത്തെ ചോദ്യം, how many of you would like to have something really practical, tangible or concrete to do so that you could love the Lord? Okay, നിങ്ങൾ പറഞ്ഞു, okay brother, നിങ്ങൾ പറഞ്ഞു, okay കർത്താവിനെ സ്നേഹിക്കണം. How can I do it? How what, give me some suggestions. ഇപ്പൊ ഇവിടെ പറഞ്ഞേക്കുന്നത്, love the Lord your God with all your heart and with all your soul and with all your strength. These commandments that I give you today are to be on your hearts. So impress them on your children. How will I do that? അതിന്റെ ആൻസർ ആയിട്ട് അടുത്ത വാക്യത്തിൽ പറയാണ്, talk about them. 7ാം വാക്യത്തിൽ, talk about them when you sit at home and when you walk along the road and when you lie down and when you get up. So it's time to talk. കർത്താവ് നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടാണ് പറഞ്ഞേക്കുന്നത്. നാസായി പോയി പഠിക്കണമെന്നും പറഞ്ഞിട്ടില്ല. Just talk to your children. When God is giving you 4 power-packed moments of the day, when you're at home, when you're walking on the road, when they get up and when they lie down. 4 moments of the day God is telling you to talk to your children. Talk to them when you sit at home. നൂറ്റാണ്ടുകളായിട്ട് നമ്മുടെ ക്രിസ്തീയ ഭവനങ്ങളിലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. This is the family worship time where people come together, they sing some songs, they read portions from the Bible and they pray together. നിങ്ങൾക്ക് അറിയാമോ, ക്രിസ്ത്യൻ ചർച്ച് ഗോയിങ് വീടുകളിൽ, ചർച്ച് ഗോയിങ് വിശ്വാസികളുടെ only 1 in 20 families have regular family devotions, which is very, very small. നമ്മള് ഒരു കാര്യം മനസ്സിലാക്കണം, this family prayer time, this family worship time is the supernatural engine that powers your family. നിങ്ങളുടെ ഫാമിലിയെ അടുത്ത ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന ആ ഡെസ്റ്റിനിയിൽ കൊണ്ടെത്തിക്കാൻ ദൈവം തന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ടൂള് to talk to them when you sit at home. Family worship time. How many of us are doing that regularly? Not just once in a blue moon when you're all having free time. No, regularly. Without these divine moments of family scripture reading and worship and prayer, we are trying to tackle all the enemies of your soul just by your good intentions and willpower. നമ്മൾ സ്വന്തം ഇച്ഛാശക്തിയും നമ്മുടെ നല്ല ഇന്റൻഷൻ, ഞാൻ നല്ല കാര്യങ്ങളെ ചിന്തിക്കുന്നുള്ളൂ, അങ്ങനെ അങ്ങ് ചെയ്യാം, അങ്ങനെ അങ്ങ് പോകാം, നമ്മളത് ചിന്തിക്കുക. It will not work like that. You're trying your best, but that's not the answer. നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ റിന്യൂ ചെയ്ത്, ചേഞ്ച് ചെയ്ത്, നമ്മുടെ മൈൻഡിനെ റിന്യൂ ചെയ്ത്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ റിന്യൂ ചെയ്ത് ഒരു യഥാർത്ഥ ദൈവപൈതലായി, ദൈവവചനത്തിനകത്ത് പറഞ്ഞിരിക്കുന്നവരുടെ ദൈവപൈതങ്ങളായി ജീവിക്കാൻ ഒരു അദൃശ്യമായ സൂപ്പർ നാച്ചുറൽ ദൈവശക്തി നമുക്ക് ലഭിച്ചാൽ മാത്രമേ കഴിയത്തുള്ളൂ. ഹാർവാർഡിൽ പോയി പഠിച്ചതുകൊണ്ടോ, ഓക്സ്ഫോർഡിൽ പോയി പഠിച്ചതുകൊണ്ടോ, കേംബ്രിഡ്ജിൽ പഠിച്ചിട്ടോ അത് കിട്ടത്തില്ല. You can try all you want, but it will not get you anywhere. God has given you this supernatural engine of family worship in your home and you need to utilize that. നമുക്ക് ദൈവം കുഞ്ഞുങ്ങളെ തരുമ്പം they lack virtue and goodness. വലിയ നന്മ അവർക്ക് നന്മ തന്നെ തിരഞ്ഞെടുക്കാൻ അറിയത്തില്ല. പക്ഷെ അൺഫെയർ ആയിട്ട് നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളോട് we expect our children to be good, അല്ലെ? ഗസ്റ്റ് വരുമ്പോൾ അവരോട് നല്ലവണ്ണം ഇടപെടണം, പിന്നെ അവർക്ക് കഴിക്കാൻ എടുത്തു വെച്ചിരിക്കുന്നത് മോഷ്ടിച്ചോണ്ട് അടിച്ചു മാറ്റിക്കൊണ്ട് പോകരുത്. അങ്ങനെ പല കാര്യങ്ങൾ but the Bible tells us that they don't have this goodness. So where do we get this? Romans 10:17 says faith comes by hearing and hearing by the word of God. We need to give the word of God to our children. Word of God hear ചെയ്യുന്നതിൽ മാത്രമേ faithും virtueും goodness നമ്മുടെ കുഞ്ഞുങ്ങളിൽ ഉണ്ടാകത്തുള്ളൂ. Don't expect otherwise. We try to do lot of consequential treatment, creative. We will stop your video games or we'll stop your free time and all that. That we can do. It's needed. We can do that, but that will not create good behavior. Faith comes by hearing and hearing by the word of God. How many of you have heard of Rick Douglas Husband? He was the commander of the Challenger space shuttle. അദ്ദേഹം വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു വിശ്വാസിയും കൂടെ ആയിരുന്നു. അദ്ദേഹം ജോലിയുള്ള ബന്ധത്തിൽ ഒത്തിരി ദൂരെ വളരെ ദിവസങ്ങൾ വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ട അവസരം വരുന്നുണ്ട്. അപ്പം so in January 2003 when he went to space on a mission for 17 days, he created a daily devotional for 17 days for both of his children and his wife. എന്നിട്ട് പറയാണ്, at least I can talk to them over the videotape and let them know I'm praying for them. ഇത്ര ബിസി ആയിട്ട് ഒരാള് he found time for making 17 daily devotions for his children and his wife. ഫെബ്രുവരി 1 2003 എഴുതിയേക്കുന്ന വീഡിയോ ടേപ്പിനകത്ത് ഇങ്ങനെ എഴുതിയേക്കുന്നത്, it's landing day and hopefully if the weather is good
I'll be landing today in Florida. I'm certainly looking forward to seeing you, Matthew and Mama. Laura namolde പേര്. Rick read from Laura's devotional book, and when he finished, he prayed for her. Okay, Laura, it won't be long before I see you. I love you very, very much. I'll see you in just a little while. I love you. Bye-bye. റിക്കിന്റെ മനസ്സിൽ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്നറിയോ? തന്റെ കുഞ്ഞുങ്ങള് കർത്താവുമായിട്ടൊരു ഡെയിലി റിലേഷൻഷിപ്പ്. അതായിരുന്നു തനിക്കുണ്ടായിരുന്നത്. അത് തന്നെ തന്റെ കുഞ്ഞുങ്ങൾക്കും എല്ലാ കാലത്തും ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചു. ദാറ്റ് വാസ് ദ ഹൈയസ്റ്റ് കോളിംഗ് ഓഫ് റിക്ക്. അന്ന് 1-ാം തീയതി 38 മൈല് ഈ ലാൻഡ് ചെയ്യാൻ, ഭൂമിയിൽ നിന്ന് 38 മൈലിന് ഉയരത്തിൽ പറക്കുന്ന സമയത്ത്, എന്നെ പറയാം, ജസ്റ്റ് എൻറ്ററിങ് ദി അറ്റ്മോസ്ഫിയർ, ആ ഷട്ടിൽ കൊളംബിയ പൊട്ടിത്തെറിച്ച് ഇന്ത്യക്കാരത്തിയായിരുന്ന കൽപ്പന ചൗള ഉൾപ്പെടെ 7 പേര് മരിക്കുവാനിടയായി തീർന്നു. പക്ഷെ he left a legacy of having an intimate relationship with God, and he passed it on. 46-ാമത്തെ വയസ്സിൽ താൻ മരിക്കുമ്പോൾ he left a good pattern to his children to love the Lord with all their hearts and all. What prompted him? എന്തുകൊണ്ടാണ് തനിക്ക് ഇത്ര വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് തന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഡൂയിങ് ഡിവോഷൻസ് വിത്ത് ദി ചിൽഡ്രൻ? അത് ചെയ്തില്ലെങ്കിലും തന്നെ പിന്നെ വേറെ ആരെങ്കിലും സൺഡേ സ്കൂളും ചർച്ചും ഒക്കെ പഠിപ്പിക്കത്തില്ലെന്ന് വിചാരിച്ചാൽ പോരായിരുന്നോ? 3 വാക്യങ്ങളായിരുന്നു തനിക്ക് തന്റെ മനസ്സിൽ വന്നത്. നമ്മൾ മുമ്പേ വായിച്ച ആവർത്തന പുസ്തകം 6-ാം അധ്യായം 7-ാം വാക്യം. പിന്നെ സങ്കീർത്തനം 78-ന്റെ 5 മുതൽ 7 വരെ, Psalm 78, 5-7, to pass on what you have learned from the Lord from generation to generation. He took that very seriously. And 2 Timothy chapter 3 and verse 14-15, he said, Paul says to Timothy, even from a young age you have learned the scriptures. വളരെ ചെറുപ്പകാലം മുതൽ ആ 2 വർഷത്തിനൊക്കെ പൗലോസിനെ ആദ്യം കണ്ടതിന് ശേഷം 2 വർഷത്തിനുള്ളിൽ he was picked up as Paul's disciple, Paul's companion in that missionary journey. അതായിരുന്നു റിക്കിനെ മുമ്പോട്ട് എൻകറേജ് ചെയ്തത്. Talk to them while you walk on the road. നമ്മൾ ഇപ്പം ഡ്രൈവ് ചെയ്യാണല്ലോ കൂടുതൽ. നടക്കുന്ന സമയത്ത് ലുക്ക് അറ്റ് ദ നേച്ചർ, എക്സ്പ്ലെയിൻ ഗോഡ്സ് എക്സ്ട്രാവഗന്റ് പവർ ആൻഡ് ലവ് ടുവേർഡ്സ് us. അതെല്ലാം ഓർത്ത് നമ്മൾ യാത്രയ്ക്ക് പോകുമ്പോൾ പ്രാർത്ഥിച്ച്, ഹല്ലേലൂയ, ഓരോ കാര്യം ചെയ്യുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് പോവുകയും ഓരോ കാര്യങ്ങളും ടോക്ക് ടു ദം. സോ ഇത് ഞങ്ങളുടെ മാതാവാണ്. കഴിഞ്ഞ ദിവസം 79 വയസ്സ് തികയാൻ കർത്താവ് ഇടയാക്കി. ഞാൻ എപ്പോഴും ഓർക്കണം, എൻ്റെ 7-ാമത്തെ വയസ്സിൽ ഞങ്ങൾ ആരാധനയ്ക്കായി വളരെ ദൂരെ 3-4 കിലോമീറ്റർ നടന്നു പോകുന്ന സമയത്തെല്ലാം എന്നെ ഓർപ്പിക്കുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. രക്ഷിക്കപ്പെടേണ്ട അതിനെപ്പറ്റി വലിയ ആവശ്യവും. എന്നിട്ട് പറഞ്ഞു, നിന്നെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഞങ്ങൾ മാതാപിതാക്കൾ ഡെഡിക്കേറ്റ് ചെയ്തതാണ്. നീ വളർന്നു വരുമ്പോൾ കർത്താവിന്റെ വേല ചെയ്യണം. ദാറ്റ് ഈസ് അവർ ഹൈയസ്റ്റ് ഡിസയർ. നീ എവിടെ പോയാലും എന്ത് ചെയ്താലും കർത്താവിന്റെ വേല ചെയ്യണമെന്ന്. when we walked, വീട്ടിൽ ഭയങ്കര ബിസിയാണ്. നടക്കുന്ന സമയത്ത് ചർച്ചിൽ പോകുമ്പോൾ ചർച്ചിൽ തിരിച്ചു വരുമ്പോൾ ഇതായിരുന്നു ഡിസ്കഷൻ. ഹല്ലേലൂയ. അങ്ങനെയുള്ള മാതാപിതാക്കളെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ടോക്ക് ടു ദം വെൻ യു ലൈ ഡൗൺ. 3-ാമത്തേത്, നമ്മുടെ കുഞ്ഞുങ്ങളെ നോക്കിക്കഴിഞ്ഞാൽ അവർ ഉറങ്ങുന്ന സമയത്ത് തൊട്ട് മുമ്പ് ടയർഡാണോ എന്തുകൊണ്ടാണോ ദേ ഫീൽ they will be very close to us, അല്ലെ തന്നെ കിടന്ന് ഉറങ്ങാനുള്ള ഭയം കൊണ്ടാണോ, whatever, they have extra warmth and openness at bedtime. അത് സോഷ്യോളജിക്കൽ റിസർച്ച് നോക്കിയപ്പോഴും അങ്ങനെ തന്നെയാണ്. കാരണം എന്താണെന്നറിയാം, God made it that way. Because ദൈവം പറഞ്ഞേക്കുന്നത് എന്താ, അവർ കിടക്കാൻ പോകുമ്പോൾ എന്ത് ചെയ്യണം, അവരുടെ ദൈവത്തിന്റെ വാതിൽ, they need to be receptive at that time. They need to be open to receive God's word. They need to be open for the love of God, to be open to the corrections which God's word is telling them. അതുകൊണ്ട് God made it that way. ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് കർത്താവിന്റെ വചനം അവരോട് പറയണം. God breaks down those barriers and allows you to access their hearts. അതിനൊരു വലിയൊരു എക്സാമ്പിൾ ഞാൻ ഈ ഫാമിലിയെ പറ്റി പറയാൻ ആഗ്രഹിക്കുന്നത്, ഡെന്നി, ഡാനിയൽ ആൻഡ് സെലിൻഡ. ഡെന്നി ഞങ്ങളുടെ കസിനാണ്. അവര് കുടുംബമായിട്ട് നേപ്പാളിൽ മിഷണറീസ് ആയിട്ട് കർത്താവിന്റെ വേല ചെയ്യുകയായിരുന്നു. ഇപ്പോ വിസയുടെ കാര്യങ്ങളൊക്കെ കാണാൻ അവിടെ പോകാൻ പറ്റാത്തതുകൊണ്ട് ഡെറാഡൂണിൽ വർക്ക് ചെയ്യുന്നു. ഞാൻ പറയാൻ വന്നത് സെലിൻഡയുടെ കാര്യമാണ്. സെലിൻഡ ബ്രസീലിൽ നിന്നുള്ള ഒരു സഹോദരിയാണ്. ബ്രസീലിൽ നിന്ന് ഷീ കെയിം ഓൾ ദ വേ. അവരുടെ വിവാഹം നടക്കുന്നതിന് മുമ്പ് തന്നെ ഷീ കെയിം ടു നേപ്പാൾ ആസ് എ മിഷണറി. അപ്പം ഇവിടെ ട്രിവാൻഡ്രത്ത് വന്ന സമയത്ത് we just talking and asked her, why, what prompted you to travel all the way from Brazil to Nepal? അപ്പം പറഞ്ഞ സാക്ഷ്യം ഇതാണ്. താൻ വളരെ കുഞ്ഞു പ്രായത്തിൽ തന്റെ മാതാപിതാക്കളുടെ പിക്ചറാണ് താഴെയുള്ളത്. അവരും മിഷണറീസ്. ബ്രസീലില് ഈ കാട്ടുജാതിക്കാരുടെ ഇടയ്ക്ക് മിഷണറിയുമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു കുടുംബമായിരുന്നു. അപ്പം രാത്രിയിൽ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ഓരോ രാജ്യങ്ങളെ പറ്റി ഒരു ഷോർട്ട് സമ്മറി, ലൈക്ക് ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാണ്, ഇത്ര പേരുണ്ട്, ഇത്ര പേർക്ക് മാത്രമേ യേശുവിനെ പറ്റി അവർ അറിയത്തുള്ളൂ, മറ്റ് ഷോർട്ട് സമ്മറി പറയും. എന്നിട്ട് ആ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് കിടക്കും. ഒരു ദിവസം നേപ്പാളിനെ പറ്റി പറഞ്ഞപ്പോൾ അവിടുത്തെ ഇതിനെ പറ്റി എല്ലാം പറഞ്ഞു. അത് പ്രാർത്ഥിച്ചു കഴിഞ്ഞുകൊണ്ട് പറഞ്ഞു, മമ്മി, I want to go to Nepal as a teacher.
ഒന്നും ചിന്തിച്ചല്ല, അങ്ങനെ ഒരു ന്യായമായ തീരുമാനം എടുക്കത്തക്കോണമുള്ള പ്രായമോ അറിവോ ഒന്നുമില്ല. പക്ഷെ അന്ന് അത് പറയുവാനിടയായത് ഞാൻ അതെല്ലാം മറന്നു. കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഗോഡ് ടേൺഡ് ഓൾ ദ സർക്കംസ്റ്റാൻസസ് ടു, ആ ഒരു ഭാരം ദൈവം കൊടുത്ത് അങ്ങനെ ഒരു ടീച്ചറായിട്ട്, ഒരു ഫിസിയോതെറപ്പി ടീച്ചറായിട്ട് ഈ നേപ്പാളിലോട്ട് മിഷണറി ആയിട്ട് കൊണ്ടുവരേണ്ടിയ ദാറ്റ് ഡെയിലി ഡിവോഷൻ. ആ സമയത്ത് കിടക്കാൻ പോകുന്നതിന് മുമ്പുള്ള ആ സമയം ഇംപ്രസ്ഡ് അവർ ഹാർട്ട് ഫോർ മിഷൻസ്. യേശുവിന് വേണ്ടി ഈ രാജ്യങ്ങളെല്ലാം താണ്ടി ഇവിടെ വന്ന് കർത്താവിന്റെ വേല ചെയ്യുവാൻ കർത്താവ് തന്നെ ഇടയാക്കി. ടോക്ക് ടു ദം വെൻ യു ഗെറ്റ് അപ്പ്. ഏത് സമയം കിട്ടിയാലും അത് ചെയ്യുക. പക്ഷെ ഒരു കാര്യം ഞാൻ നിങ്ങളെ വാൺ ചെയ്യുന്നു, ഇഫ് ദിസ് ഇസ് ദ പ്രൈമറി കോളിംഗ് ഓഫ് യുവർ ലൈഫ് ആസ് പാരന്റ്സ്, എക്സ്പെക്ട് ട്രബിൾ, എക്സ്പെക്ട് ഓപ്പോസിഷൻ. സാത്താനും അവന്റെ ദൂതൻ, അവന്റെ ഡീമൻസും കൂടെ നിങ്ങൾക്കെതിരായിട്ട് സർവശക്തി ഉപയോഗിച്ച് വരുമെന്ന് ഓർത്തോണം. കാരണം നിങ്ങൾ ചെയ്യുന്നത് അവന്റെ കോട്ടയെ ഇടിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഏതൊക്കെ ചെയ്യുമെന്ന് അറിയാമോ? നിങ്ങളെ ബിസിയാക്കും, പല കാര്യങ്ങളും ബിസിയാക്കും, നിങ്ങളെ ഡിസ്ട്രാക്ട് ചെയ്യും. പറയും, ഓ നീ എവിടെ, നീ ചോന് ജീവിച്ചിട്ടുണ്ടോ, നീ കൊച്ചു പ്രായത്തിൽ എങ്ങാണ്ട് ബൈബിൾ വായിച്ചിട്ടുണ്ടോ, നിനക്ക് എന്തായാലും അറിയാമോ, നീ പഠിച്ചിട്ടുണ്ടോ, നിനക്ക് ജെനസിസ് എവിടാന്നും പുറയിലത്തെ മാപ്പ് എവിടാന്നും നിനക്കറിയാമോ, അപ്പോസ്തലനായ പൗലോസ് എവിടാ ജനിച്ചെന്ന് നിനക്കിതൊന്നും അറിയത്തില്ലല്ലോ, പിന്നെ നീ എന്തോ പഠിപ്പിക്കുന്നത്? അല്ലെ നിന്റെ മാതാപിതാക്കൾ ചെയ്തിട്ടുണ്ടോ, നീ ചെയ്തിട്ടില്ലല്ലോ, നീ കണ്ടിട്ടില്ല, നീ ഇങ്ങനെ ചെയ്യാൻ. അങ്ങനെ ഇനാഡ്വക്കസിയും ഇൻസെക്യൂരിറ്റിയും കൊണ്ടുവന്ന് നമ്മളെ പ്രാർത്ഥനയിൽ നിന്ന് അവോയ്ഡ് ചെയ്യിക്കാൻ ശത്രു നോക്കും. പക്ഷെ ആ സമയത്ത് ഓർത്തോണം, പിശാചിന്റെ വലിയ തന്ത്രം അത് ജയിച്ചേ മതിയാകും. സോ ദ ബെസ്റ്റ് വേ ടു സ്റ്റാർട്ട്, നമുക്ക് ഒന്നും അറിയത്തില്ലായിരിക്കും, നിങ്ങൾ ഇതുവരെ അങ്ങനെ ഒരു തുടങ്ങിയിട്ടില്ലെങ്കിൽ കുഞ്ഞുങ്ങളെല്ലാം വിളിച്ചിട്ട് ഹംബിൾ യുവർസെൽഫ്, മക്കളെ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല, എനിക്കറിയത്തില്ല, ഡാഡി നമുക്ക് ഒരുമിച്ച് ചെയ്യാം, ഗിവ് മീ യുവർ ഹാർട്ട്, ഐ വോണ്ട് ഗിവ് യുവർ ഹാർട്ട് ടു ദ ലോർഡ്. യേശുവിന്റെ അടുക്കലേക്ക് നിങ്ങളുടെ ഹൃദയങ്ങളെ കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് you should know that God never calls us to do things that he does not empower us to accomplish. ഒരു കാര്യം ചെയ്യാനുള്ള ഫുൾ ഗ്രേസും ശക്തിയും തന്നിട്ട് മാത്രമേ ദൈവം ഒരു കാര്യം ചെയ്യാൻ നമ്മളെ ഏൽപ്പിക്കത്തുള്ളൂ. കർത്താവ് നമ്മളെ തന്റെ പരിശുദ്ധാത്മാവിനാൽ ശക്തി ഓരോ സ്റ്റെപ്പും പ്രാർത്ഥനയിൽ അനുസരണത്തിൽ കർത്താവിന് മുമ്പായി ചെയ്യുമ്പോൾ കർത്താവ് നമുക്ക് അതിന് ബലം നൽകി തരും. അത് മാത്രമല്ല നമ്മുടെ ലോക്കൽ സഭ അതിനെ നമുക്ക് എക്വിപ്പ് ചെയ്യും. എഫെസ്യർ 4:12 പാസ്റ്റേഴ്സായ ഞങ്ങളുടെ മേൽ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ശുശ്രൂഷ എന്ന് പറയുന്നത് നിങ്ങളെ ഓരോരുത്തരെയും ശുശ്രൂഷയ്ക്കായി ഒരുക്കുക എന്നുള്ളത്. നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ ശുശ്രൂഷ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കർത്താവിലേക്ക് നടത്തുക. അതിനുവേണ്ടിയുള്ള എല്ലാ പ്രാർത്ഥനയും സഹകരണവും ദൈവദാസന്മാരെന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് തരാൻ ബാധ്യസ്ഥരാണ്. ദൈവവചനത്തിനകത്തുള്ള അല്ലെങ്കിൽ ഈ ചരിത്രത്തിലുള്ള മാതാക്കൾ യോഖേബേദിനും ഹന്നയ്ക്കും തന്റെ കുഞ്ഞുങ്ങളായ മോശയും ശമൂവേലിനും മുലകൂടി മാറുന്നതിനും വരെയുള്ള സമയം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇസ്രായേലിന്റെ വീണ്ടെടുപ്പുകാരനായി ഇസ്രായേൽ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ന്യായാധിപനായി അവരെ വളർത്തുവാൻ ആ മാതാക്കൾക്ക് കഴിഞ്ഞു. യുനിക്കയും ലോവിസും, യുനിക്ക അമ്മ, ലോവിസ് വല്യമ്മച്ചി, ആ ബാലകനായ തിമത്തിയോസിനെ ആ ചെറുപ്രായത്തിൽ തന്നെ ദൈവവചനം അഭ്യസിപ്പിച്ചത്. യവനായനായ അപ്പൻ ഉണ്ടായിരുന്നിട്ട് തന്നെ സർക്കംസൈസ് ചെയ്യാൻ പോലും തയ്യാറല്ലാതെ താൻ വീട്ടിൽ വളർന്നപ്പോഴും ഈ മാതാപിതാക്കൾ ദൈവവചനം തന്റെ ഉള്ളിൽ എത്തിച്ചു. സെയിന്റ് അഗസ്റ്റിന്റെ മാതാവായ മോണിക്ക 16 വർഷം ഈ പൈതലിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഒരു ദിവസം ഒരു ബിഷപ്പിന്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, എന്റെ മകന് വേണ്ടി പ്രാർത്ഥിക്കണം, എന്റെ മകൻ ഇങ്ങനെ മ്ലേച്ഛകരമായി നടക്കുന്നത് ദൈവം വിടുവിക്കാനെ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞപ്പോ ആ ബിഷപ്പ് ഇങ്ങനെ പറഞ്ഞത്, ഇത്രമാത്രം കരയുന്ന ഒരു മാതാവിന്റെ മകൻ തെറ്റിപ്പോകാൻ യാതൊരു സാധ്യതയില്ലെന്ന് പറയാൻ ഇടയായി തീർന്നു. സൂസന്ന വെസ്ലി, ചാൾസ് വെസ്ലി, ജോൺ വെസ്ലിയുടെ മാതാവായ സൂസന്ന വെസ്ലി 19 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. 9 കുഞ്ഞുങ്ങൾ മരിച്ചുപോയി. 10 കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ തന്റെ ഭർത്താവ് പലപ്പോഴും ശുശ്രൂഷയുള്ള ബന്ധത്തിലും മറ്റ് പല വിഷയങ്ങളാലും ദൂരെയായിരുന്നു, അവിടെ വീട്ടിലെങ്ങും ഇല്ല. താൻ ഒരു തീരുമാനം എടുത്തു, ഓരോ ദിവസവും ഓരോ മണിക്കൂർ ഓരോ കുഞ്ഞിനോട് മാത്രം ചെലവഴിച്ച് ദൈവവചനം പഠിപ്പിച്ചു കൊടുക്കാൻ ഇടയായിട്ടിരുന്നു. ഈ സഹോദരി പ്രസംഗിച്ചിട്ടില്ല, ഈ സഹോദരി പുസ്തകങ്ങൾ എഴുതില്ല. പക്ഷേ മെത്തഡിസ്റ്റ് ചർച്ച് എന്ന് പറയുന്നത് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത് സൂസന്ന വെസ്ലിയോട്. കാരണം എന്താണെന്നറിയാമോ? അവരുടെ 2 മക്കൾ ചാൾസ് വെസ്ലി, ജോൺ വെസ്ലി ആ മെത്തഡിസ്റ്റ് ചർച്ച് സ്ഥാപിക്കുന്നതിൽ ഏറ്റവും ദൈവം ഉപയോഗിച്ച് കോണ്ടിനെന്റ്സിൽ ഇളക്കി മറിക്കുവാൻ ദൈവം ഉപയോഗിച്ചത് ആ 2 കുഞ്ഞുങ്ങളെയാണ്. അവരുടെ പിന്നിൽ പ്രവർത്തിച്ചത് ഈ മാതാക്കളായിരുന്നു. അവന്റെ സമയം തീർന്നുകൊണ്ട് പെട്ടെന്ന് ഞാൻ നിർത്താം. ഗെറ്റിസ്ബർഗ് എന്ന് പറഞ്ഞ അമേരിക്കൻ സിവിൽ വാറിലെ ഗെറ്റിസ്ബർഗ് എന്ന് പറഞ്ഞ ഫിലഡൽഫിയക്ക് അടുത്തുള്ള സ്ഥലമാണ്. ലിറ്റിൽ റൗണ്ട് ടോപ്പ് എന്ന് പറഞ്ഞൊരു സ്ഥലം ഉണ്ടായിരുന്നു. അവിടെ യൂണിയൻ റെജിമെന്റും മറ്റ് ഈ റിബൽസും തമ്മിലുള്ള യുദ്ധം നടക്കുക. വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു പോയിന്റാണ്, വളരെ അത് നഷ്ടപ്പെട്ടാൽ യൂണിയൻ റെജിമെന്റ് തോൽക്കും. അപ്പൊ അവിടുത്തെ പ്രധാനപ്പെട്ട കമാൻഡർ കേണൽ ജോഷുവ ലോറൻസ് ചാമ്പർലൈനാണ്. തന്റെ മുകളിലുള്ള ഉദ്യോഗസ്ഥൻ തന്നോട് പറഞ്ഞു, എന്ത് കാരണവശാലും ഹോൾഡ് യുവർ ഫോർട്ട്, ഹോൾഡ് യുവർ ഗ്രൗണ്ട് അറ്റ് ഓൾ കോസ്റ്റ്. എന്ത് വന്നാലും, ജീവൻ പണയം വെക്കേണ്ടി വന്നാലും ഹോൾഡ് യുവർ ഗ്രൗണ്ട്.
ഈ ലിറ്റിൽ റൗണ്ട് ടോപ്പ് നിങ്ങൾ കീഴടങ്ങി കൊടുക്കരുത്. സ്തോത്രം. അദ്ദേഹം പിടിച്ചു നിന്നു, വളരെ കഷ്ടപ്പെട്ട് യുദ്ധം ചെയ്തു, അവസാനം താൻ ജയിപ്പാൻ ഇടയായിരുന്നു. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിലെ ലിറ്റിൽ റൗണ്ട് ടോപ്പ് എന്താണെന്നറിയാമോ? നമ്മുടെ കുടുംബങ്ങളാ, നമ്മുടെ കുഞ്ഞുങ്ങളാ, നമ്മുടെ ഭാര്യമാർ, നമ്മുടെ ഭർത്താക്കന്മാർ, നമ്മുടെ കുഞ്ഞുങ്ങളാ ഈ ലിറ്റിൽ റൗണ്ട് ടോപ്പ്. കർത്താവ് നമ്മളോട് പറയുന്നത് ഹോൾഡ് യുവർ ഗ്രൗണ്ട് അറ്റ് ഓൾ കോസ്റ്റ്. എന്ത് വില കൊടുത്തും നമ്മുടെ ഫാമിലീസിനെ, നമ്മുടെ കുഞ്ഞുങ്ങളെ കർത്താവിലേക്ക് നേടാം. കഴിഞ്ഞ ദിവസം ഫെബ്രുവരി നടന്ന ഒരു സംഭവമാണ് ബാംഗ്ലൂർ 150 കിലോമീറ്റർ അപ്പുറത്ത് ഈ സഹോദരൻ രാജഗോപാൽ നായിക് എന്ന് പറഞ്ഞ ആ വ്യക്തി തന്റെ ഭാര്യയും കുഞ്ഞുമായിട്ട് ബൈക്കിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ആ ബുഷിന്റെ ഇടയ്ക്കിൽ നിന്ന് പെട്ടെന്ന് ഈ ലെപ്പേർഡ് ചാടി വീഴാൻ ഇടയാത്തത്. ചാടി വീഴുന്ന തന്റെ കുഞ്ഞിനെ കയറി കടിച്ചു. കടിച്ചു കഴിഞ്ഞപ്പോൾ ബൈക്ക് നിർത്തി താൻ പെട്ടെന്ന് ഈ പുലിയെ കയറി പിടിച്ച് കഴുത്തിൽ പിടിച്ച് ഞെക്കുവാൻ തുടങ്ങി. തന്റെ പിക്ചർ നോക്കിയാൽ അറിയാം, തന്റെ കഴുത്തിനൊക്കെ കയറിയത് വരയുകയും വല്ലാതെ മുറിവേൽപ്പിക്കുകയും ചെയ്തു. പക്ഷെ വിട്ടില്ല. ആ തീവ്രമായ തന്റെ കുടുംബത്തെ രക്ഷിക്കണം, തന്റെ കുഞ്ഞിനെ രക്ഷിക്കണം എന്നുള്ള ആ തീവ്രമായ ആഗ്രഹത്തോടുകൂടെ ആ പുലിയെ തന്റെ കൈകൾ കാത്ത് പിടിച്ച് ഞെരുക്കി, തന്നെക്കാളും വളരെ ശക്തിയും ആരോഗ്യവും ബലവുമുള്ള ആ പുലിയെ തന്റെ കൈകൾ കാത്ത് ഞെരിച്ച് കൊല്ലുവാനിടയായിത്തീർന്നു. എന്തിനു വേണ്ടി? തന്റെ കുടുംബത്തെ രക്ഷിക്കുവാൻ. ദൈവമക്കളെ, എത്ര പ്രാധാന്യമുള്ള നമ്മുടെ കുടുംബങ്ങൾ. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥനയ്ക്കാൻ നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ഹല്ലേലൂയ, സ്തോത്രം. നമുക്ക് ദൈവത്തോട് ദൈവമേ, എന്റെ ഹൃദയത്തെ, എന്റെ കുഞ്ഞുങ്ങളോട് ശുശ്രൂഷിക്കാൻ, കുഞ്ഞുങ്ങളെ ദൈവത്തെ സ്നേഹിപ്പാൻ പഠിപ്പിക്കേണ്ടതിന് എന്റെ ഹൃദയത്തെ തിരിക്കണമേ കർത്താവേ. ആ വലിയ പാഷൻ, ആ ഒരു ദർശനം, ആ ഒരു അർജൻസി എന്റെ കുഞ്ഞുങ്ങളെ കർത്താവിലേക്ക് നടത്തുവാൻ, യേശുവിന്റെ അടുക്കൽ അവസാനം അല്ലെങ്കിൽ കർത്താവിന്റെ വരവെങ്കിൽ അല്ലെ അവരുടെ മരണസമയത്ത് അവർ കർത്താവിന്റെ അടുക്കൽ എത്താനുള്ള ആ ഒരു പാഷൻ കർത്താവ് എനിക്ക് നൽകി തരണമേ. നമ്മുടെ ജീവിതത്തിൽ മറ്റ് പ്രയോറിറ്റീസ് ആയി പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ വർക്കോ ഫ്രണ്ട്സോ ഹോബീസോ ഈവൻ ശുശ്രൂഷ പോലും നമ്മുടെ കുഞ്ഞുങ്ങളെക്കാൾ ഉപരിയായി, നമ്മുടെ കുടുംബത്തെക്കാൾ ഉപരിയായി അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിച്ചു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ദൈവത്തോട് ക്ഷമ ചോദിക്കാം, ഇന്ന് മടങ്ങി വരാം. ഹല്ലേലൂയ. നമ്മുടെ ഭവനത്തിൽ നിന്ന് താമസിയാതോ അല്ലെങ്കിൽ ഓൾറെഡി പോയിട്ടുള്ള നമ്മുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. അവർ കർത്താവിനെ അറിഞ്ഞ് കർത്താവിന് വേണ്ടി നിലനിൽക്കണം. ആ ഒരു എൻകറേജ്മെന്റ്, ഒരു പെർസിവിയർ ചെയ്ത് പ്രാർത്ഥിപ്പാൻ, ആ ഒരു എൻകറേജ്മെന്റ് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ, എന്റെ അവസാന നിമിഷം വരെ ഒരു നല്ല പേരന്റായി നിന്ന് എന്റെ കുഞ്ഞുങ്ങളെ കർത്താവിന്റെ അടുക്കൽ കൊണ്ടെത്തിച്ച് നല്ലൊരു അന്ത്യം പ്രാപിപ്പാൻ കർത്താവ് ഇടിയാക്കണമെന്ന് പ്രാർത്ഥിക്കാം. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ സഹായിക്കുമാറാണ്.